വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളവനെ ഇവർക്ക് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങളെ ദൂരവേ ആയിരിക്കുന്നുവെങ്കിലും സകല ഭൂമിയും കർത്താവെ അവിടുത്തെ പാതവീടമാണല്ലോ. കർത്താവെ അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ എന്തുള്ളൂ. അത്ര സർവശക്തനായ കർത്താവെ, ഏറ്റവും വലിയവനായ കർത്താവ്, ഞങ്ങളുടെ ഈ ബുദ്ധിക്ക് എത്താത്തവണ്ണം ഗ്രഹിക്കാൻ കർത്താവെ, ഗ്രഹിച്ചു തീർക്കാൻ പറ്റാത്തവണ്ണം കർത്താവെ അവിടുന്ന് അത്ര വലിയവനും വിശ്വസ്തനും വാക്കുമാറാത്തവനും കർത്താവെ അവിടുന്ന് സർവശക്തനുമായിരിക്കുന്നവർക്ക് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ അതിനെയും താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി സ്നേഹത്താൽ നിറച്ച് അവിടുത്തെ മുഖപ്രകാശത്തിൽ ഞങ്ങളെ കർത്താവെ ഇരുത്തണം. ഞങ്ങള് കർത്താവെ ധ്യാനിക്കുന്ന വചനങ്ങള് അത് ഞങ്ങളുടെ ആത്മാവിന് പോഷണമായി തീരണം. എല്ലാ തടസ്സങ്ങളെയും നീക്കിയാട്ടെ. കർത്താവെ അവിടുത്തെ വലിയ ശാന്തതയാലും സ്വസ്ഥതയാലും ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണം. ആ ബദനിയിലെ മറിയം കർത്താവെ അവിടുത്തെ കാൽക്കലോട് ചേർന്നിരുന്നു. അവിടുത്തെ ഓരോ വാക്കും പിടിച്ചെടുക്കാനായിട്ട് കർത്താവെ അവിടുത്തെ തിരുവായു മുഴിഞ്ഞ് സംസാരിക്കുന്ന ഓരോ വാക്കുകൊണ്ടുമാണല്ലോ ഞങ്ങൾ ജീവിക്കേണ്ടത്. കർത്താവെ അവിടുന്ന് തന്നെ ഞങ്ങളോട് സംസാരിച്ചാട്ടെ. കർത്താവെ ആത്മാവും ജീവനുമാകുന്ന നിത്യജീവന മൊഴികൾ കർത്താവെ അവിടുത്തെ പകല് മാത്രമേ ഉള്ളൂ. അതിനായിട്ട് ഞങ്ങൾ അങ്ങേ തന്നെ നോക്കുന്നു. അവിടുന്ന് തന്നെ ഞങ്ങളോട് സംസാരിക്കണം. അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തണം. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ ആമേൻ. ആമേൻ. നമ്മൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിന്റെ സന്ദർഭം അറിയാം. വെളിപ്പാട് പുസ്തകം അവിടെ 1000 ആണ്ട് വർഷക്കാലം കർത്താവ് ഭരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു രംഗമാണ് നമ്മൾ അവിടെ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടേ. കർത്താവ് രണ്ടാമത് വരാറായി എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാം. ഇസ്രായേൽ പാലസ്തീൻ പ്രദേശങ്ങളിലെ പല പ്രശ്നങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന പല പല യുദ്ധ ചർച്ചകളും പല പല കാര്യങ്ങളും ഒക്കെ അവസാനത്തേക്ക് എല്ലാം ഒരു ഏകലോക ഭരണാധികാരി വെളിപ്പെടുവാനുള്ള ഒരു സമയമായി എന്നുള്ളതിലേക്ക് എല്ലാം വിരൽ ചൂണ്ടുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തില് കർത്താവിന്റെ വരവ്, രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തു. നമ്മളെ കർത്താവ് വന്ന് ചേർക്കുവാൻ സമയമായി. കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുമ്പോ കർത്താവ് ഒലിവുമലയിലാണ് കർത്താവ് ആദ്യം പാദം പതിക്കുന്നത്. കർത്താവിന്റെ പാദം ആദ്യമായിട്ട് ഒലിവുമലയിലാണ് പതിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ സെഖര്യാവിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ നിന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പോയപ്പോൾ അത് ഒലിവുമലയിൽ നിന്നായിരുന്നു എന്നുള്ള ഒരു കാര്യം അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സെഖര്യാവിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ അതിന്റെ ആ 3-4 വാക്യങ്ങളൊക്കെ നമ്മള് പലതവണ ആ വാക്യങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ആ വാക്യം ഒന്ന് എടുത്തതിന്റെ റെഫറൻസ് അങ്ങ് പറയുക. അതിന്റെ 4-ാമത്തെ വാക്യം സെഖര്യാവിന്റെ 14-4 അന്നാളിൽ അവന്റെ യേശുവിന്റെ കാല്, അഭിഷിക്തന്റെ കാല് യെരുസലേമിനെതിരെ കിഴക്കുള്ള, യെരുസലേമിന് കിഴക്കായിട്ടാണ് എന്തുള്ളത്, ഒലിവുമലയുള്ളത്. നമ്മള് ഗൂഗിളിൽ തന്നെ ജസ്റ്റ് മൗണ്ട് ഒലീവ്സ് എന്ന് സെർച്ച് ചെയ്താൽ മൗണ്ട് ഒലീവ്സ് സെർച്ച് ചെയ്താൽ എവിടെയെങ്കിലും ഒക്കെ ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള എന്തെങ്കിലും പേരുള്ള മൗണ്ട് ഒലീവ് ഒക്കെ ചിലപ്പോൾ കാണിക്കുമായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ മൗണ്ട് ഒലീവ്സ് എന്ന് പറഞ്ഞ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ സെർച്ച് ചെയ്താൽ അവിടെ ഗൂഗിൾ മാപ്പിൽ വരെ അവിടെ നമുക്ക് കാണാം യെരുസലേമിന് കിഴക്കായിട്ട് ഒരു ഒലിവുമല. ആ ഒലിവുമലയിലാണ് കർത്താവ് കാല് വെക്കാൻ പോകുന്നത്. അപ്പൊ കർത്താവിന്റെ കാല് പതിക്കുമ്പോൾ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായിട്ട് നടുവേ പിളർന്നു പോകും എന്നുള്ളത് ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും എന്ന് പറയുന്നു. അവിടെ വെരി ലാർജ് വാലി, വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും. ഇവിടെ വടക്കഥ തെക്കഥ, വടക്കോട്ട് തെക്കോട്ട്, കിഴക്ക് പടിഞ്ഞാറായിട്ട് അങ്ങനെ ഒരു വലിയൊരു വിള്ളൽ ഉണ്ടാകുന്നുള്ളൊരു കാര്യവും ആ ഒരു അവസാനത്തെ ആ ഒരു അർമ്മഗദോൻ യുദ്ധത്തിന്റെ കാര്യമൊക്കെ നമ്മളവിടെ സെഖര്യാവ് 14-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം അർമ്മഗദോൻ യുദ്ധത്തില് ഇസ്രായേലിനെതിരായിട്ട് തിരിഞ്ഞ ആ സൈന്യത്തെ അവിടെ നമ്മൾ അതിന്റെ 2-ാമത്തെ വാക്യത്തില് ഞാൻ സകല ജാതികളെയും, സെഖര്യാവ് 14-2 ഞാൻ സകല ജാതികളെയും യെരുസലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും, നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളിടുകയും, അങ്ങനെ അപ്പം സകല ജാതികളും ഓൾ ദ നേഷൻസ്, എല്ലാ രാഷ്ട്രങ്ങളും ഇസ്രായേലിനെതിരായിട്ട് യെരുസലേമിനെതിരായിട്ട് തിരിയുന്ന ഒരു ദിവസമാണ് ആ ഒരു യുദ്ധം. അത് യേശുക്രിസ്തുവിന്റെ നേതൃത്വത്തില്, കള്ളപ്രവാചകന്റെ നേതൃത്വത്തില്, യേശുക്രിസ്തുവിന്റെ കള്ളപ്രവാചകന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സൈന്യം അത് യെരുസലേമിനെതിരായിട്ട് നിൽക്കുമ്പോൾ അവിടെ യെരുസലേമിന് നാഥനായിട്ട് കർത്താവിന്റെ കാൽപാദങ്ങള് അവിടെ ആ ഒലിവുമലയിൽ വന്ന് പതിക്കുകയും അവിടെ ആ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായിട്ട് നടുവേ പിളർന്നു പോകുന്ന ഒരു രംഗവും അവിടെയുള്ള അർമ്മഗദോൻ യുദ്ധത്തിന്റെ കാര്യമൊക്കെ നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്. ആ അവസാനത്തെ യുദ്ധത്തിന് അർമ്മഗദോൻ യുദ്ധം എന്ന് പറയുന്നത് വെച്ചാൽ അർമ്മഗദോൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തായിരിക്കും ഇവര് ഒന്നിച്ചു കൂടുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ
വെളിപാട് 16 അധ്യായത്തിൽ വായിച്ചായിരുന്നു. വെളിപാട് 16 അധ്യായത്തിന്റെ 16 വാക്യം, 16 വെളിപാട് 16 അവരെ എബ്രാഹിം ഭാഷയിൽ ഹർമഗദൂൻ എന്ന് പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. ആ ഹർമഗദൂൻ അല്ലെങ്കിൽ അർമഗദൂൻ എന്ന് പറയുന്നത് യെരുസലേമിന് 50 മൈല് വടക്കായിട്ടുള്ള ഒരു വലിയൊരു വാലിയാണ്, വലിയൊരു സ്ഥലമാണ് ഈ അർമഗദൂൻ എന്ന് പറഞ്ഞൊരു സ്ഥലം. യെരുസലേമിന് 50 മൈല് വടക്കായിട്ട്, യെരുസലേമിന് കിഴക്കായിട്ടുള്ള ഒലിവുമലയിലാണ് കർത്താവിന്റെ കാല് വന്ന് പതിക്കുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നു. അപ്പോ ആ കർത്താവിന്റെ നേതൃത്വത്തിലുള്ള ആ യുദ്ധത്തില് കർത്താവ് യേശുക്രിസ്തുവിനെയും ആ സൈന്യങ്ങളെയൊക്കെ കർത്താവ് നാമാവശേഷമാക്കും. അവിടെ ഒരു വലിയൊരു രക്തപ്പുഴ ഒഴുകും എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ വെളിപാട് 19 അധ്യായത്തിന്റെ അവസാനം നമ്മൾ കണ്ടു. ഇവൻ വെളിപാട് 14 അധ്യായത്തിന്റെ അവസാനവും നമ്മൾ കണ്ടു. വെളിപാട് 14 അധ്യായത്തിന്റെ 20 വാക്യത്തിലൊക്കെ വലിയൊരു രക്തപ്പുഴ, അത് വെളിപാട് 14:20 ചക്ക് നഗരത്തിന് പുറത്ത് വെച്ച് മെതിച്ചു. ചക്കയിൽ നിന്ന് രക്തം കുതിരകളുടെ, അതായത് ഈ വീഞ്ഞുണ്ടാക്കുന്ന മുന്തിരികളിൽ നിന്നൊക്കെ വീഞ്ഞുണ്ടാക്കുന്ന ആ ഒരു ചക്ക് പോലെ വൈൻ പ്രസ് മാതിരിയാണ് ആ ചക്കിൽ നിന്ന് വീഞ്ഞിന്റെ കളറ് രക്തം പോലെ ഒരു ചുവപ്പ് കളർ, ആ വീഞ്ഞിന്റെ കളർ അതുപോലെ ആയിരിക്കും. അപ്പം ഇസ്രായേൽ മക്കളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ചക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇവിടെ അരകലിന്റെ ആട്ടുകലിന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള നമുക്ക് ഈ ഓരോരുത്തരുടെ ആ നാട്ടുഭാഷ പറഞ്ഞാലേ അവർക്ക് കാര്യങ്ങൾ കത്തത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിലാണല്ലോ വചനം എഴുതപ്പെടുന്നത്. അപ്പൊ ഇസ്രായേലില് അവർക്ക് ഈ ചക്കിൽ നിന്ന് രക്തം പോലെ വീഞ്ഞു പോലെ രക്തം ഒഴുകുന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ അതുപോലെ നമ്മൾ ഇവിടെ വായിക്കുന്ന എന്താ, വെളിപാട് 14:20 ചക്ക് നഗരത്തിന്, അതായത് യെരുസലേം നഗരത്തിന് പുറത്ത് വെച്ച് മെതിച്ചു. ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളം എന്ന് പറഞ്ഞാല് കടിഞ്ഞാണ്, ബ്രൈഡിൽസ് ഹോഴ്സസ്, കുതിരയുടെ കടിഞ്ഞാണിന്റെ ആ ഒരു അതോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഇങ്ങനെ രക്തപ്പുഴ ഒഴുകുന്ന തരത്തിലുള്ള വലിയൊരു രക്തപ്പുഴ ഒഴുകുന്നതും. അപ്പോ നമ്മൾ വെളിപാട് 19 അധ്യായത്തില് അവിടെ അതിന്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ ദ ഗ്രേറ്റ് സപ്പർ ഓഫ് ദ ലോർഡ് എന്നൊക്കെ നമ്മൾ അതിന്റെ 17 വാക്യത്തില് എന്താ വായിച്ചത്? വെളിപാട് 19:17 ആകാശമധ്യേ 17 നമ്മളൊരു ഗ്രേറ്റ് സപ്പർ ഓഫ് ദ ലോർഡ് എന്നുള്ളൊരു കാര്യം, അത് മലയാളത്തിൽ 18 വാക്യത്തില് മഹാദൈവത്തിന്റെ അത്താഴത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹാ അത്താഴത്തിന് എന്നൊക്കെ നമ്മൾ അവിടെ വെളിപാട് 17:18 മലയാളത്തില്, ഇംഗ്ലീഷില് 17 വാക്യത്തില് അസംബിൾ ഫോർ ദ ഗ്രേറ്റ് സപ്പർ ഓഫ് ദ ലോർഡ്, വലിയൊരു അത്താഴം. ഈ അത്താഴത്തിന്റെ വിഭവങ്ങള് മട്ടനും ചിക്കനും അല്ല, മറിച്ച് എന്തൊക്കെയാ? ഇവരുടെ മാംസം, ആരുടെയൊക്കെ മാംസം? 18 വാക്യത്തില് രാജാക്കന്മാരുടെ മാംസമുണ്ട്, സഹസ്രാധിപന്മാരുടെ മാംസമുണ്ട്, വീരന്മാരുടെ മാംസമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല വെറൈറ്റി മാംസങ്ങളോടുകൂടി ഉള്ള ഒരു സദ്യ. അത് മനുഷ്യരെ അല്ല കഴിക്കാൻ വിളിക്കുന്നത്, മറിച്ച് പക്ഷികളെയാ കഴിക്കാൻ വെക്കുന്നത്. അതായത് കഴുകന്മാരും ഒക്കെ, അതായത് ശവം ഉള്ളിടത്ത് കഴുകന്മാര് കൂടുമെന്ന് കർത്താവിന്റെ 2ാമത്തെ വരവിനോട് ബന്ധപ്പെടുത്തി കർത്താവ് ലൂക്കോസ് 17 പറയുന്ന ആ വാക്യമൊക്കെ നമ്മൾ അതിനോട് ചേർത്ത് ചിന്തിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ പക്ഷികളോടൊക്കെ വന്ന് ഓൾ ദ ബേർഡ്സ് വേ ഫിൽഡ് വിത്ത് ദിയർ ഫ്ലഷ് എന്നൊക്കെ നമ്മള് 21 വാക്യത്തിന് അവസാനം, വെളിപാട് 19:21 അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. അപ്പൊ അങ്ങനെ യെരുസലേമിനെതിരെ യുദ്ധത്തിന് വന്ന ആ വലിയ സൈന്യം അവിടെ അവര് നാമാവശേഷമാകുന്നു. നാമാവശേഷം എന്ന് പറഞ്ഞാൽ നാമം മാത്രം അവശേഷിക്കുന്നു വെച്ചാൽ അവരെല്ലാം മരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതിനുശേഷം ബാക്കി ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന അവിശ്വാസികളായിട്ടുള്ള ഒത്തിരി പേര് ലോകത്തുണ്ട്. എന്നാൽ വിശ്വാസികളൊക്കെ രൂപാന്തരപ്പെട്ട് പുനരുദ്ധാന ശരീരത്തോടുകൂടി കർത്താവിനെ ചേർക്കാനായിട്ട് അവര് എടുക്കപ്പെട്ട് അവര് കർത്താവിനോട് കൂടെ വന്ന് കർത്താവ് ഒലിവുമലയിൽ ലാൻഡ് ചെയ്തു. നമ്മളും കർത്താവിനോട് കൂടെ തന്നെ ലാൻഡ് ചെയ്യുന്നു. അതിനുശേഷം കർത്താവ് ഒരു സഹസ്രാബ്ദ വാഴ്ച 1000 വർഷക്കാലം ഈ ഭൂമിയിൽ ഭരിക്കാൻ തുടങ്ങുന്നു. അപ്പൊ കർത്താവ് വരുമ്പോ നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് കണ്ടായിരുന്നു. 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിൽ നമ്മൾ ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെ സാധാരണ വായിക്കുന്ന ആ പോർഷനൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചായിരുന്നു. അപ്പം 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിന് മരിച്ചവരായിരിക്കും ആദ്യം രൂപാന്തരം പ്രാപിക്കുന്നത്, അതിനുശേഷം ജീവിച്ചിരിക്കുന്നവരായിട്ട് നമ്മൾ അതിനു മുമ്പ് കർത്താവ് വരുന്നതിന് മുമ്പ് മരിച്ചു പോവുകയാണെങ്കിൽ നമ്മളും കൂടെ അതിന് രൂപാന്തരം പ്രാപിക്കുന്ന ഇപ്പൊ ലക്ഷണങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ കർത്താവിന്റെ വരവിന് ഏറ്റവും അടുത്തുനിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ജീവിച്ചിരിക്കുന്നവരായ നമ്മളും, അന്ന് പൗലോസ് അത് പറയുമ്പോൾ പൗലോസും അപ്പോൾ ജീവിച്ചിരിക്കുന്നുള്ള ഒരു പ്രത്യേകതയിലെ പൗലോസ് അവിടെ ജീവിച്ചിരിക്കുന്നവരായ നമ്മളെന്ന് പറയുന്നത്.
പൗലോസിന് പിന്നീട് രണ്ട് തിമോഥെയോസ് 4-ാം അധ്യായമൊക്കെ എഴുതുമ്പോഴത്തേക്ക് തന്റെ അവസാനത്തെ ലേഖനം അവിടെ റോമൻ കാരാഗൃഹത്തിൽ വെച്ച് എഴുതുമ്പോഴത്തേക്ക് തന്നെ നിര്യാണകാലം അടുത്തിരിക്കുന്നു 2 തിമോഥെയോസ് 4:6 പൗലോസ് പറയുന്ന ആ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ വാക്യങ്ങളൊക്കെ നമ്മളൊന്ന് റെഫർ ചെയ്തായിരുന്നു. അപ്പോ കർത്താവ് രണ്ടാമത് വരുന്നു. കർത്താവിൽ മരിച്ചവരായിരിക്കുന്നവർ ആദ്യം രൂപാന്തരപ്പെടുന്നു, ജീവിച്ചിരിക്കുന്നവരെ നമ്മൾ രൂപാന്തരപ്പെടുന്നു. നമ്മളും കണ്ണിമയ്ക്കുന്ന നേരത്തിൽ പുനരുദ്ധാന ശരീരത്തോടുകൂടി, പുനരുദ്ധാന ശരീരത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ പലതുമൊക്കെ നമ്മൾ യോഹന്നാൻ 20-ാം അധ്യായം ചിന്തിക്കുന്ന സമയത്തൊക്കെ ചിന്തിച്ചു. അവിടെ കർത്താവ് അടച്ചിട്ട് മുറിയിലൊക്കെ വന്നെന്നൊക്കെ പറഞ്ഞതുപോലെ മാംസവും അസ്ഥികളും ഒക്കെ ഉള്ള ഒരു ശരീരം, എന്നാൽ രക്തമില്ലാത്ത ഒരു ശരീരം. കർത്താവ് അങ്ങനെ പുനരുദ്ധാന ശരീരത്തെ കുറിച്ചൊക്കെ തന്നെ തൊട്ട് നോക്കാനൊക്കെ പറയുന്ന കാര്യത്തിൽ ലൂക്കോസ് 24 എന്നൊക്കെ ഉള്ള വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പല ആഴ്ചകളിൽ നമ്മൾ യോഹന്നാൻ 20-ാം അധ്യായം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളിയാഴ്ച നമ്മൾ യോഹന്നാന്റെ ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നല്ലോ. അപ്പോ ആ പുനരുദ്ധാന ശരീരത്തോടെ നമ്മൾ കർത്താവിന്റെ കൂടെ വാഴുവാണ്. അപ്പൊ കർത്താവിന്റെ കൂടെ ആരാ യഥാർത്ഥത്തിൽ വാഴുന്നതെന്ന് ചോദിച്ചാല് ജയിച്ചവർക്ക് മാത്രമേ വാഴാനൊക്കെയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവരവരുടെ വിശ്വസ്തതയ്ക്ക് അനുസരിച്ചുള്ള പ്രതിഫലം അവർക്ക് നൽകപ്പെടുന്ന കാര്യമൊക്കെ നമ്മൾ വെളിപാട് 11-ാം അധ്യായത്തിലല്ലേ, 11-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. വെളിപാട് 11-ന്റെ അതിന്റെ 18-ാമത്തെ വാക്യത്തിന് ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവർക്കും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുക്കാൻ, അത് ഈ സഹസ്രാബ്ദ വാഴ്ച തുടങ്ങുന്ന ആ സമയത്ത് ആ 7-ാമത്തെ കാഹളത്തിലാണ് കർത്താവിന്റെ രാജ്യത്വം വരുന്ന ഒരു കാര്യം നമ്മൾ അവിടെ 15-ാമത്തെ വാക്യം വെളിപാട് 11-ന്റെ 15 വായിച്ചു. 7-ാമത്തെ കാഹളം എന്ന് വെച്ചാൽ അവസാനത്തെ കാഹളം. അതാ കാഹളത്തിന്റെ ആ ഒരു നമ്മളവിടെ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിലും വായിച്ച എന്താ, ദ ഗ്രേറ്റ് ട്രംപറ്റ് ഓഫ് ദ ലോർഡ് എന്നുള്ളൊരു വാക്യം, ദൈവത്തിന്റെ മഹാകാഹളം എന്ന് നമ്മളവിടെ വായിക്കുന്നു. ഞാനിവിടെ 1 തെസ്സലോനിക്കർ 4-ലെ ആ വാക്യം ഞാനങ്ങ് എടുത്ത് വായിക്കുന്നുണ്ട്. അതിനകത്ത് 1 തെസ്സലോനിക്കർ 4-ന്റെ 16 ദൈവത്തിന്റെ കാഹളത്തോടും കൂടി, ആ കാഹളം ഒരു 7 ഫോൾഡ് കാഹളമാണ്. 7 മടങ്ങുള്ള 7 പകുതിയുള്ള ഒരു 7 വിഭാഗങ്ങളുള്ള ഒരു കാഹളം. ആ കാഹളം ഓരോ കാഹളങ്ങളും ഊതുന്ന കാര്യമൊക്കെ നമ്മള് എന്താ പറയുന്നത്, നമ്മളത് വെളിപാട് പുസ്തകത്തിൽ വായിച്ചിരുന്നത്. അപ്പൊ അവസാനത്തെ കാഹളം 7th ട്രംപറ്റ്, അവസാനത്തെ കാഹളത്തിലാണ് ഈ ഒരു നമ്മളുടെ രൂപാന്തരം സംഭവിക്കുന്നത്. നമ്മള് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലേക്ക് പോകുമ്പോഴും അവിടെയും ഈ അവസാനത്തെ കാഹളത്തിന്റെ കാര്യം, അറ്റ് ദ ലാസ്റ്റ് ട്രംപറ്റ് എന്നുള്ളൊരു പദപ്രയോഗം അവിടെയും നമ്മൾ കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തില് അതിന്റെ അവിടെ 23 മുതലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ലാസ്റ്റ് എനിമി, ഒടുവിൽ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെയും നമ്മൾ കണ്ണുവയ്ക്കുന്ന നേരത്തില് നമ്മള് രൂപാന്തരപ്പെടുന്ന കാര്യമൊക്കെ നമ്മള് അവിടെ വായിക്കുന്ന കാര്യം നമുക്കറിയാം. അവിടെ ഒരു മർമ്മത്തെ കുറിച്ചൊക്കെ 52-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോ കണ്ണുവയ്ക്കുന്ന നേരത്തിൽ നമ്മള് രൂപാന്തരപ്പെടും എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ആ ഒരു കാഹളത്തിന്റെ കാര്യവും നമ്മളവിടെ വായിക്കുന്നുണ്ട്. ട്രംപറ്റ് വിൽ സൗണ്ട്, അതിന്റെ 52-ാമത്തെ വാക്യം, ലാസ്റ്റ് ട്രംപറ്റ് 52-ാമത്തെ വാക്യത്തില് കാഹളം ധ്വനിക്കും. മലയാളത്തിൽ 51-ല്, ഇംഗ്ലീഷിൽ 52-ല്, മലയാളത്തിൽ 51-ല് ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളമാകത്തെങ്കിൽ, അതാ ലാസ്റ്റ് ട്രംപറ്റ്. കാഹളം ഉണ്ട്, ഇതിന്റെ അവസാനത്തെ കാഹളം ലാസ്റ്റ് ട്രംപറ്റില് അന്ത്യകാഹളമാകത്തെങ്കിൽ പെട്ടെന്ന് കണ്ണു വയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. നമ്മൾ പല പാട്ടിലൊക്കെ ആ ഒരു കാഹളം ധ്വനിക്കുന്നത്, നമ്മൾ രൂപാന്തരപ്പെടുന്നതൊക്കെ നമ്മൾ പാട്ടുകളിലൊക്കെ പലതുമൊക്കെ പാടുന്ന ഈ വരികളിൽ നിന്നാണ് പാട്ടുകാരന്മാർ ആ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ അത് ലാസ്റ്റ് ട്രംപറ്റ് എന്ന് നമ്മൾ അവിടെ 52-ാമത്തെ വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്നു. കണ്ണുവയ്ക്കുന്ന നേരത്തിൽ നമ്മൾ രൂപാന്തരപ്പെടുന്ന ആ ലാസ്റ്റ് ട്രംപറ്റ്, ആ ലാസ്റ്റ് ട്രംപറ്റിനെ കുറിച്ചാണ് നമ്മൾ വെളിപാട് 11-ന്റെ 15-ലൊക്കെ വായിച്ച് അപ്പോഴാണ് കർത്താവിന്റെ രാജ്യത്വം വന്നിരിക്കുന്നു എന്നൊക്കെ അത് 15-ാമത്തെ വാക്യത്തിൽ വെളിപാട് 11-ന്റെ 15-ലൊക്കെ കർത്താവിന്റെ രാജ്യത്വം വന്നിരിക്കുന്നു. ദ കിങ്ഡം ഓഫ് ദ വേൾഡ് ഹാസ് ബിക്കം ദ കിങ്ഡം ഓഫ് അവർ ലോർഡ് എന്ന് നമ്മളവിടെ വായിച്ചു. ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. കർത്താവ് രാജാവായി വാഴാൻ പോകുന്ന ആ ഒരു സഹസ്രാബ്ദ വാഴ്ച. അപ്പൊ ആ സഹസ്രാബ്ദ വാഴ്ചയുടെ തുടക്കത്തിലാണ് വിശ്വാസികൾക്കുള്ള പ്രതിഫലം. അതിനുശേഷം സഹസ്രാബ്ദ വാഴ്ച കഴിഞ്ഞിട്ടാണ് അവിശ്വാസികൾക്കുള്ള ന്യായവിധി.
ആ വിശ്വാസികൾക്കുള്ള ന്യായവിധിയൊക്കെ നമ്മൾ വെളിപാട് 20-ാം അധ്യായത്തിന്റെ അവസാനം വായിക്കുന്നത്. നമ്മളിപ്പം തന്നെ കണ്ടതുപോലെ വെളിപാട് പുസ്തകം ക്രോണോളജിക്കൽ ഓർഡറിലല്ല എഴുതിയിട്ടുള്ളത്. അതായത് കാലാനുക്രമമായിട്ടല്ല എഴുതിയിട്ടുള്ളത്, മറിച്ച് ഒരു വിഹക വീക്ഷണം, ഒരു ബേർഡ്സ് ഐ വ്യൂ, ഓവറോൾ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്യുന്ന രീതിയിൽ എഴുതിയിരിക്കുന്നു. പിന്നെയും കുറച്ചൊരു ഓവറോൾ പിക്ചർ പറഞ്ഞ് പിന്നെയും കുറച്ച് ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്യുന്ന രീതിയിൽ ദൈവത്തിന്റെ ജ്ഞാനത്തിന് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ക്രോണോളജിക്കൽ ഓർഡറായിട്ട് 1-2 ആക്ടിവിറ്റി തരുവാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നു. എന്നാൽ നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങള് നമ്മള് ധ്യാനിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കോറിലേറ്റ് ചെയ്ത് ധ്യാനിച്ച് അത് ആഴത്തില് പഠിക്കണം, മനസ്സിലാക്കണം, അങ്ങനെ ചുളിവിലൊക്കെ മനസ്സിലാക്കി പോകണ്ട എന്നുള്ള രീതിയിൽ കർത്താവ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറിച്ചൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ നമ്മള് സദൃശ്യവാക്യം 25:2 സാങ്ക്വറിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ എന്താ, രാജാക്കന്മാരുടെ മഹത്വം എന്താ, ഈ ഒളിച്ചിരിക്കുന്ന കർത്താവ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. സദൃശ്യവാക്യം 25-ാമത്തെ വാക്യം, കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. ഈ രാജാക്കന്മാരാണ് കർത്താവിന്റെ കൂടെ വാഴാൻ പോകുന്നത്. അപ്പൊ ആരാ വാഴാൻ പോകുന്നത് വെച്ചാൽ ഈ കാര്യം ആരായുന്നത്. നമുക്ക് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, അതൊക്കെ മതി. ഇനിയിപ്പോ കൂടുതലൊക്കെ വചനം ഇങ്ങനെ ആഴത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഇവര് പറയുന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്തോ ചെയ്യാന്, അല്ലെങ്കിൽ തന്നെ കർത്താവ് വരുമ്പോ നമ്മളങ്ങ് എടുക്കപ്പെടത്തില്ലേ എന്നൊക്കെ അങ്ങനെ ഒരു ആഗ്രഹത്തോടെ നമുക്ക് ചിന്തിക്കാം. എന്നാൽ യഥാർത്ഥത്തില് നമ്മളെ വീണ്ടും കർത്താവ് നമുക്കായിട്ട് ഒരേ ഒരു പുസ്തകം എഴുതി തന്നിട്ടുണ്ട്. അത് കർത്താവ് എത്രയും ആഴത്തില് ശരിയാണ്, നമുക്ക് അതിന്റെ പരിപൂർണമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ കർത്താവിന് വരവെങ്കിൽ എല്ലാം നമ്മള് ഇപ്പൊ നമ്മൾ കടമുടിയായിട്ട് കാണുന്നു, അപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നതൊക്കെ ഇപ്പൊ നമ്മൾ അല്പമായിട്ട് അറിയുന്നു, അപ്പോഴാ പൂർണ്ണമായിട്ട് അറിയുന്നതൊക്കെ 1 കൊരിന്ത്യർ 13 പൗലോസ് അപ്പോസ്തലൻ തന്നെ എല്ലാ ഉദരീ മർമ്മങ്ങളൊക്കെ അറിയില്ല, ഉദരീ മർമ്മങ്ങളൊക്കെ അറിയാവുന്ന പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നത് ഇപ്പൊ നമ്മൾ അല്പമായിട്ട് അറിയുന്നുള്ളതല്ല. എന്നാൽ ഈ അല്പമായിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെ കർത്താവ് തന്നിട്ടുള്ള മുഖാന്തരങ്ങളിലൂടെ നമുക്ക് കർത്താവെ അങ്ങ് എത്രത്തോളം ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ഒരു ജാഗ്രതയോടെ ആ ഒരു ഒരുക്കത്തോടെ ജീവിപ്പാൻ. എന്നാൽ ഇതെല്ലാം അറിയുന്നതല്ല ഏറ്റവും വലിയ കാര്യം, മറിച്ച് ആ അറിവ് നമ്മളെ ചീർപ്പിക്കുന്ന ദേഹിയിലുള്ള ഒരു അറിവായിട്ട് നിൽക്കരുത്, മറിച്ച് ഈ കാര്യങ്ങൾ അറിയുമ്പോൾ കർത്താവെ അവിടുന്ന് ഇത്ര വലിയവനായ ദൈവമാണല്ലോ എന്നുള്ളൊരു കാര്യം കണ്ട് ആ ദൈവത്തിന്റെ വചനത്തിന്റെ ജ്ഞാനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിച്ച് അത് നമ്മളുടെ ആത്മാവില്, നമ്മളുടെ ആ ദേഹിയുടെയും ആത്മാവിനെയും തിരിക്കുന്ന ആ വേർതിരിക്കുന്ന തിരശ്ശീലയാകുന്ന ജഡവും കൂടെ ചിന്തപ്പെട്ട് നമ്മുടെ സ്വന്തം ഇഷ്ടമാകുന്ന ജഡം അവിടെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നമ്മൾ കീഴടക്കുമ്പോൾ നമുക്ക് വചനത്തിന്റെ അറിവ് അതൊരു വെളിപ്പാടായിട്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് മാറും. അതെങ്ങനെ അറിവ് വെളിപ്പാടായി മാറിയോ എന്നുള്ളത് എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ അറിയും തോറും നമ്മള് കൂടുതൽ നിഗളികളായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ഈ അറിവല്ല ഇതിലേക്ക് തന്നെ ഇരിക്കുന്ന അറിവാണ് മനസ്സിലാവും. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ അറിയുന്തോറും നമ്മൾ കൂടുതൽ താഴ്മയോടെ കർത്താവേ ഞാൻ എത്രയധികം വിശ്വസ്തനായിട്ട് അങ്ങനെയൊക്കെയായിട്ട് ജീവിക്കേണ്ടതായിട്ടുണ്ട്, അവിടുത്തെ വചനം എത്ര അപ്രമേയമാണ്, ഇത്ര വലിയ ഇത്ര നിഗൂഢമായിട്ടുള്ള പല പല കാര്യങ്ങളും ഒക്കെ കർത്താവേ അവിടുന്ന് ഈ വചനത്തിൽ ഇങ്ങനെയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ കാണുമ്പോൾ എത്ര അവിടുത്തെ ഈ ഇതെല്ലാം എഴുതിയ അങ്ങ് എത്ര വലിയവനായ ദൈവം, ആ ദൈവത്തിന് മുമ്പാകെ ഞാൻ ഒന്നുമല്ല എന്ന് നമ്മളുടെ കണ്ണിൽ തന്നെ നമ്മൾ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ ഈ അറിവെല്ലാം നമുക്കൊരു വെളിപ്പാടായിട്ട് ആത്മീയ വർധനം ഉതകുന്ന ഒരു സ്നേഹമായിട്ടായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയും തോറും ബാക്കിയുള്ളവരെ നമ്മൾ പുച്ഛിച്ചോ, അവർക്കാർക്കും ആ കാര്യങ്ങൾ അറിയത്തില്ല, ഇവർക്കാർക്കും ഈ കാര്യത്തില്ല, ആ സഭക്കാർ മോശം, ഈ സഭക്കാർ മോശം, നമ്മളായിട്ടും വലിയ ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ഒരു ഭാവത്തിലേക്ക് നമുക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ അപകടകരമായിട്ടുള്ള കാര്യം. നമ്മൾ അത് അറിവ് ചീർപ്പിക്കുന്ന 1 കൊരിന്ത്യർ 8:1 നമ്മൾ വായിക്കുന്ന പോലെ അറിവ് ചീർപ്പിക്കുന്നു എന്ന സ്നേഹമോ ആത്മീയവർദ്ധനമോ വരുത്തുന്നു. ആ ഒരു ദേഹിയിൽ മാത്രം നിൽക്കുന്ന ഒരു അറിവ് നമ്മളെ ചീർപ്പിക്കും. എന്നാൽ ദേഹിയിൽ നിന്ന് ആ അറിവ് നമുക്ക് ആത്മാവിൽ ഒരു വെളിപ്പാടായിട്ട് കർത്താവിനെ അറിയുന്ന ഒരു അറിവായിട്ടായി തീരുമ്പോൾ അത് കർത്താവിനുള്ള ഒരു അതിസ്നേഹമായി തീർന്ന് അത് നമുക്ക് ആത്മാവിന്റെ പോഷണത്തിന്, അതിവിശുദ്ധ സ്ഥലത്തെ ആത്മാവിന്റെ പോഷണത്തിനായിട്ട് ഈ അറിവും ബൈബിൾ സ്റ്റഡിയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ആഴത്തിൽ നമ്മൾ ചിന്തിക്കുകയും അതോടൊപ്പം തന്നെ അത് നമ്മളെ ഒരു മിയർ നോളജിലേക്ക്, ഒരു വെറും അറിവിലേക്ക് മാത്രം നിർത്തുവാണെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം. എന്നാൽ ആ വചനത്തെ നമ്മൾ ആരായുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിനെ തന്നെ കണ്ടെത്തണം. നിങ്ങൾ വചനത്തെ ആരായുന്നു എന്നാൽ നിങ്ങൾ എന്റെ അടുക്കല് നിത്യജീവനെ പ്രാപിക്കാൻ തക്കവണ്ണം വരുന്നില്ല എന്നാണ് യോഹന്നാൻ 5:39-40 വാക്യങ്ങളിലെ കർത്താവ് പരീശന്മാരോട് പറയുന്ന കാര്യം നമ്മൾ അറിയാം. അവർ വചനത്തെ ആരാഞ്ഞു എന്നാൽ വചനം തന്നെ ജഡമായി തീർന്ന കർത്താവിന്റെ അടുക്കലേക്ക് വരുവാൻ അവർക്ക് മനസ്സായില്ല. നമ്മൾ ഈ വചനം
വായിക്കുമ്പോൾ വചനൊരു റൂട്ട് മാപ്പ് ആണ്. അത് കർത്താവിലേക്ക് തന്നെ നമ്മളെ വഴി നടത്തണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ വെളിപാട് 20-ാം അധ്യായത്തിൽ വെളിപാട് 19-ാം അധ്യായത്തിന് അവസാനം വരെ ആ അർമ്മോദോൻ യുദ്ധത്തിന്റെ കാര്യവും പിന്നീട് ആ സഹസ്രാന്ത വാഴ്ചയില് ശല്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഒരാളെ കൂട്ടിലടച്ചു. ഇപ്പൊ നമ്മൾ ചിലപ്പോ ഈ വിരുന്നുകാർ വരുമ്പോ പട്ടി വന്ന് കടിക്കാതിരിക്കാൻ വേണ്ടി പട്ടിയെ എടുത്ത് കൂട്ടിലടക്കുക എന്ന് പറയുന്നത് തന്നെ ഈ സഹസ്രാന്ത വാഴ്ചയിൽ ഈ സാത്താന് ഇവരിങ്ങനെ ഓടി നടന്നതെല്ലാം കുളവാക്കുന്ന ഒരു പ്രകൃതം ഉണ്ടെന്നുള്ള കാര്യം കർത്താവിന് അറിയാം. അതുകൊണ്ട് ഈ പട്ടിയെ പിടിച്ച് കൂട്ടിലടച്ചെന്ന് പറഞ്ഞത് തന്നെ സാത്താനെ പിടിച്ച് അഗാധ ഭൂപത്തിലേക്ക് എടുത്ത് തള്ളിയിട്ടു. ഒരു സാധാരണ ഒരു ദൂതൻ വന്ന ഒരു ദൂതൻ വലിയ ദൂതനായിട്ടുള്ള ഗബ്രിയേൽ വന്നു, മിഖായേൽ വന്നു എന്നൊന്നും നമ്മൾ വായിക്കുന്നില്ല. ഒരു ദൂതൻ എന്നുവെച്ചാൽ ഒരു ചോട്ടാ ദൂതന്റെ ആവശ്യമുള്ളൂ ഈ ലൂസിഫറിനെ പിടിച്ച് അടയ്ക്കാന്. എന്നുവെച്ചാൽ അവനൊരു തോൽപ്പിക്കപ്പെട്ട ശത്രുവാ, അവനെന്തുവാ ഉള്ളത്, അവനൊരു തോൽപ്പിക്കപ്പെട്ട ആയുധമൊന്നുമില്ല, നിരായുധനായിട്ട് ഇങ്ങനെ ഒരു സിംഹത്തെ പോലെ, എന്നുവെച്ചാൽ അവര് സിംഹമെന്നൊന്നും ബൈബിളിൽ പറയുന്നില്ല, എന്നാൽ സിംഹത്തെ പോലെ അവര് ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ഇവിടെ 1 പത്രോസ് 5-ാം അധ്യായത്തില് ഇങ്ങനെ സാത്താൻ ഇങ്ങനെ അലർന്ന സിംഹം പോലെ അലർന്ന സിംഹമായിട്ട് വന്ന് നമ്മളെങ്ങ് വിഴുങ്ങും എന്നൊക്കെ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തില് 1 പത്രോസ് 5-ാം അധ്യായത്തില് അവന് സിംഹമെന്നല്ല പറയുന്നേ, ലൈക്ക് എ ലയൺ എന്നാ പറയുന്നത്. അതാ 1 പത്രോസ് 5-ാം അധ്യായത്തില് അതിന്റെ 8-ാമത്തെ വാക്യത്തില് നിർമ്മതനായിരിക്കുക എന്ന് വെച്ചാൽ അഹങ്കരിക്കാതെ ആ ഒരു ബിയോ സോബർ സ്പിരിറ്റ്, ആ ഒരു ആത്മീയമായിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു അവബോധത്തോടെ നമ്മളായിരിക്കുക. നിങ്ങളെ പ്രതിയോഗിയായിട്ടുള്ള പിശാച് അലറുന്ന സിംഹം എന്ന പോലെ, ലൈക്ക് എ റോറിംഗ് ലയൺ, അവനൊരു സ്വന്തം ഛർദിക്ക് പിന്നാലെ പോകുന്ന ഒരു നായെ പോലെയുള്ള ഒരുവനെ ഉള്ളൂ അവൻ. എന്നാ ഒരു അലറുന്ന സിംഹം പോലെ വലിയ കസർത്തൊക്കെ കാണിക്കും, നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ അവനൊരു തല തകർക്കപ്പെട്ട സർപ്പമാണ്. അതിന്റെ സർപ്പത്തിന്റെ തലയൊക്കെ ചതച്ച് ചമ്മന്തിയാക്കി കളഞ്ഞു. വാലികിടന്ന് ആട്ടുന്ന കാണുമ്പോഴത്തേക്ക് നമ്മുടെ പേര് ഇപ്പം വന്ന് നമ്മളെങ്ങ് വിഴുങ്ങി കളയുന്നു. അപ്പൊ അതുപോലുള്ള ഒരു പീഡിപ്പിക്കൽ പരിപാടിയേ ഉള്ളൂ ഇവന്റെ പക്കത്തിലുള്ളത്. എന്നാൽ ഇവൻ അത് വെച്ചാണ്, അവന് ശരിയാണ് അതീന്ദ്രിയമായ ചില കഴിവുകളും കാര്യങ്ങളും ഒക്കെ അവൻ പ്രധാന ദൂതനായിരുന്ന സമയത്ത് ദൈവം കൊടുത്ത വരങ്ങളും ചില അതീന്ദ്രിയ ശക്തികളും എല്ലാം അവനുണ്ട്. അവന് ശക്തിയില്ല എന്നല്ല, അവന് ശക്തിയുണ്ട്. എന്നാൽ ആ ശക്തിക്കെല്ലാം മീതെയുള്ള അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുന്നുവെന്ന് ലൂക്കോസ് 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള വാക്യം. ലൂക്കോസ് 10:19, ഐ ഗിവ് യു അതോറിറ്റി ഓവർ ദ പവർ ഓഫ് ദ ഡെവിൾ എന്ന് നമ്മളവിടെ ആ ഒരു ലൂക്കോസ് 10:19 നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ അലർന്ന സിംഹം എന്ന പോലെ ആരെയാ വിഴുങ്ങുന്നതെന്ന് ചോദിച്ചാൽ നിഗളികളെയാ വിഴുകുന്നത്. ഏറ്റവും കൂടുതൽ നിഗളമുള്ള ആളെ ആദ്യം വിഴുങ്ങും, കുറച്ച് നീളമുള്ള അതിനുശേഷം വിഴുങ്ങും. പിന്നെ അപ്പൊ ആ നീളത്തിന്റെ ഡിഗ്രിയിൽ അവൻ വിഴുങ്ങുന്നത് ഞാൻ പറഞ്ഞതല്ല, അതിന് തൊട്ട് മുമ്പ് അതാണ് നമ്മൾ വായിക്കുന്നത്. അതിന്റെ 6-ാമത്തെ വാക്യത്തില് വിഴുങ്ങാതിരിക്കണമെങ്കിൽ നിങ്ങളതിനൊക്കെ താഴ്ത്തിയാൽ മതി. നിങ്ങളങ്ങ് 0 ആയിട്ട്, ഇപ്പം നമ്മൾ അവൻ വന്ന് വിഴുകാനായിട്ട് വാദം ഓർക്കുമ്പോൾ നമ്മൾ 0 ആയിട്ടിരിക്കുമ്പോ ഒന്നും കിട്ടത്തില്ല. ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ കൈ പിടിക്കുന്നു, പെട്ടെന്ന് ആളൊക്കെ മാറിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് 0 ആകുന്നുണ്ട്. ഇവൻ പറയും നമ്മളങ്ങ് 0 ആകുമ്പോ ഇവൻ വന്ന് വലിയ കാര്യത്തിൽ നമ്മൾ വിഴുകാൻ വേണ്ടി ഇങ്ങനെ നീരാള് കരം വെച്ച് വെക്കുമ്പോൾ ഒന്നും കിട്ടത്തില്ല. നമ്മള് ഇവൻ പറയും 0 ആയി. കർത്താവിന്റെ കരത്തിന്റെ കീഴിൽ നമ്മളൊക്കെ താണിരിക്കുക. അതിന്റെ തൊട്ട് മുമ്പുള്ള വാക്യം ഞാൻ വായിച്ചത്, 6-ാമത്തെ വാക്യം, കർത്താവിന്റെ ബലമുള്ള കരത്തിന്റെ കീഴിൽ താണിരിക്കുക. കർത്താവ് നമ്മുടെ ഈ പിശാചിന്റെ മേലെ, ലോകത്തിന്റെ മീതെ, ജഡത്തിന്റെ മീതെ, അതായത് പാപത്തിന്റെ, ലോകം ജഡം പിശാച്, ആ പാപത്തിന്റെ മീതെ കർത്താവ് നമ്മളെ ഉയർത്തും. കർത്താവ് അപ്പൊ നമുക്ക് കർത്താവിന്റെ കരുതൽ അനുഭവിക്കാനൊക്കെ നമ്മളെ തന്നെ താഴ്ത്തണമെങ്കിൽ നമ്മുടെ ഭാരങ്ങൾ, ചിന്താകുലങ്ങളെയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണമെന്ന് അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ 1 പത്രോസ് 5:7 ചിന്താകുലങ്ങളെയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കർത്താവ് നമ്മൾ കരുതുന്നവനാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ചിന്താകുലങ്ങളൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മളെ തന്നെ അങ്ങ് ഹമ്പിൾ ചെയ്യാനൊക്കെ, നമ്മളെ തന്നെ താഴ്ത്താനൊക്കെ. അപ്പം ഈ താഴ്ത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തില് വിൽ ബി ഓഫ് സോബർ സ്പിരിറ്റ്, നമ്മൾ നിർമ്മതരായിട്ട് അഹങ്കാരമൊന്നും ഇല്ലാതെ വളരെ ആത്മീയമായിട്ട് നമ്മള് നനയ്ക്കേണ്ടുന്നതിൽ കൂടുതൽ വിചാരിക്കാതെ നമ്മള് എന്താണ് പറയുന്നത്, റോമർ 12-ാം അധ്യായത്തിലെ ആ വാക്യം നമ്മൾ വായിക്കുന്നേ, സോബർ എസ്റ്റിമേറ്റ് എന്നുള്ളൊരു വാക്യം. ഞാൻ ആ സോബർ എസ്റ്റിമേറ്റ് എന്നുള്ള വാക്യം ഒന്ന് എടുത്ത് വായിക്കുക. വിചാരിക്കുന്നതിൽ കൂടുതൽ, അതായത് 3-ാമത്തെ വാക്യം, ഭാവിക്കേണ്ടതിന് വീണ്ടും ഭാവിച്ചു തീരാതെ. എനിക്ക് ആ മലയാളത്തിലുള്ള ആ പദം that sober estimate, not to think more highly of himself than he ought to think. അതാ റോമർ 12:3 ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് ഒരു വിശ്വാസത്തിന് അളവൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സുബോധമാകും വേണം. അവിടെയും സോബർ എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും സോബർ നമ്മളിപ്പം ഇവിടെ 1 പത്രോസ് 5:8 വായിച്ച്. അപ്പം സുബോധമാകും വേണം, ഓരോരുത്തരും തനിക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം
കൃപയാല് നിങ്ങളിൽ ഓരോരുത്തരോട് പറയുന്നു എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഇനോ ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയെ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു എന്നുള്ളൊരു കാര്യം റോമർ 12 വാക്യത്തിൽ നമ്മൾ വായിച്ചു. അപ്പൊ അവിടെ സുബോധമാവണ്ണം എന്നുള്ളൊരു കാര്യം, ഭാവിക്കേണ്ടത് മീതെ ഭാവിച്ചു വീരാതെ നമ്മൾ താഴ്മയോടായിരിക്കും, നമ്മൾ സുബോധമുള്ളവരായിരിക്കും, നിർമ്മതരായിരിക്കും. അപ്പൊ ഈ പിശാച് വന്ന വലിയ നേരത്തെ നമ്മൾ വിഴുങ്ങാനായിട്ട് വാ പൊളിക്കുമ്പോൾ ചമ്മിപ്പോകും. എന്ന് വെച്ചാൽ നമ്മൾ 0 ആയിട്ട് ദൈവഭാഗ്യം ഒന്നുമില്ലാതെ കർത്താവിന്റെ കൃപയാല് നിറഞ്ഞ് നമ്മൾ ഈ പിശാചിന്റെ മേലെ ആയിരിക്കുന്നു. എന്നാൽ നമ്മള് ഇങ്ങനെ ചീർത്ത് നിഗളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ നമ്മളെ വിഴുങ്ങാൻ വേണ്ടി, നമ്മൾ വിഴുങ്ങുന്ന എങ്ങനെയാ, ആകുല ചിന്തകൾ കൊണ്ട് വിഴുങ്ങാൻ നോക്കും, ദേഷ്യം കൊണ്ട്, കയ്പ് കൊണ്ട്, അശുദ്ധ ചിന്തകളുമുണ്ട്. അങ്ങനെ വേറെ പല പല അവന് നിരായുധന എന്ന അവന്റെ ഈ പല പല സ്കീംസ് ഉണ്ട്, തന്ത്രങ്ങളുണ്ട്. ആയുധവർഗമൊക്കെ കർത്താവ് അടിയറവ് വെപ്പിച്ചു നിരായുധനാക്കി എന്നൊക്കെ നമ്മള് കൊളോസ്യർ 3:15 വായിക്കുന്നുണ്ട്. എന്നാൽ അവന്റെ കുറച്ച് തന്ത്രങ്ങളുണ്ട്. അത് അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കാത്തവരല്ലോ എന്ന് നമ്മൾ 2 കൊരിന്ത്യർ 2-ാം 11 വായിക്കുന്നുണ്ട്. അപ്പൊ ഈ അവന്റെ സ്കീംസ് ഉണ്ട്, അവന്റെ ചില തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെങ്കിലുമൊക്കെ നമ്മളിന്ന് ഡെല്യൂഡ് ചെയ്യാൻ, നമ്മളിന്ന് വഞ്ചിക്കാനായിട്ട്, ഡിസീവ് ചെയ്യാനായിട്ട് അവൻ നോക്കും. എങ്ങനെയെങ്കിലും നമ്മളിന്ന് കോപിപ്പിക്കാനായിട്ട്, മോഹിപ്പിക്കാനായിട്ട്, കൈപ്പായിട്ടിരിക്കാനായിട്ട്, ആകുല ചിന്തകളുള്ളവരായിട്ട്, നിഗളിക്കാനായിട്ടൊക്കെ അവൻ നമ്മളെ അങ്ങനെ പല തന്ത്രങ്ങളിലൂടെയൊക്കെ നോക്കി അങ്ങനെ നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വിഴുങ്ങാൻ വേണ്ടി അവൻ നോക്കും എന്നുള്ളൊരു കാര്യം, അങ്ങനെ അടർന്ന സിംഹമായിട്ട് നടക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ, ഈ വീട്ടിൽ അതിഥി വരുമ്പം പട്ടിയെ പിടിച്ച് കൂട്ടിലിടുന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവ് രാജാവായിട്ട് കർത്താവ് ഈ ഭൂമിയില് കർത്താവ് ഭരിക്കുമ്പോ ശല്യം ഉണ്ടാക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ പട്ടിയൊക്കെ പിടിച്ച് കുറച്ചുകൊണ്ടിരുന്ന ശല്യമല്ലേ എന്ന് പറഞ്ഞാൽ ഈവനിങ് അലറുന്ന സംഭവം പോലെ കുറെ ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവായിരുന്ന സമയത്ത് അവൻ പഠിച്ച പണി പറഞ്ഞിട്ട് നോക്കി കർത്താവിനെ എങ്ങനെങ്കിലും ഒന്ന് പ്രലോഭിപ്പിക്കാനും ഒക്കെ എല്ലാത്തിലും നമ്മെ പോലെ തന്നെ കർത്താവ് പ്രലോഭിക്കപ്പെട്ടിട്ടും കർത്താവ് പാപം ചെയ്തില്ല എന്നൊക്കെ നമ്മൾ എബ്രായർ 4:15 വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. എന്നാ കർത്താവിനെ അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നിലൊന്നും ഇല്ല എന്നുള്ള കാര്യമൊക്കെ നമ്മള് യോഹന്നാൻ 14:30 ആ വാക്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള വാക്യമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇവിടെ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ 4-ാമത്തെ വാക്യത്തിലും 6-ാമത്തെ വാക്യത്തിലും ഒരു ഫ്രേസ് നമ്മൾ കണ്ടു. എന്താ നമ്മൾ കണ്ടേ? they will reign with him for 1,000 years. അവര് കർത്താവിനോട് കൂടെ 1000 വർഷക്കാലം ഭരിക്കും. റെയിൻ വിത്ത് ക്രൈസ്റ്റ്, അതിന്റെ 4-ാമത്തെ വാക്യത്തിന്റെ അവസാനം അവർ ജീവിച്ച 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. അതിൽ 6-ാമത്തെ വാക്യത്തിലും പുരോഹിതന്മാരെ ക്രിസ്തുവിനോട് കൂടി 1000 ആണ്ട് വാഴും. അപ്പം രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ടുള്ളവരാണ് കർത്താവിനോടുകൂടി 1000 വർഷക്കാലം വാഴുന്നത്. അവിടെ പുരോഹിതന്മാരായി 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 4-ാമത്തെ വാക്യത്തില് സിംഹാസനങ്ങളെ കുറിച്ച്, ത്രോൺസിനെ കുറിച്ച്, ന്യായാസനങ്ങളെ കുറിച്ച് കാണുന്നുണ്ട്. അപ്പം രാജാക്കന്മാർക്കാണ് ഈ സിംഹാസനവും ന്യായാസനവും ഒക്കെ ഉള്ളത്. അപ്പം രാജാക്കന്മാരായിട്ടും പുരോഹിതന്മാരുമായിട്ടുള്ളവരാണ് കർത്താവിന്റെ കൂടെ വാഴുന്നത്. നമ്മൾ ഇന്ന് രാജകീയ പുരോഹിത വർഗമായിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്, 1 പത്രോസ് 2:9. അപ്പോ എങ്ങനെ നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ടായി തീരുന്നേ? രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ വാഴുന്നവര്, നമ്മളുടെ ജഡത്തിന് മീതെ, ലോകത്തിന് മീതെ, പിശാചിന്റെ മീതെയൊക്കെ വാഴുമ്പം നമ്മളിന്നും ആത്മാവിന്റെ തലത്തിൽ നമ്മൾ രാജാക്കന്മാരായിട്ട് ഇന്നും വാഴുന്നവരാണ്, അന്നും വാഴുന്നേ. പിന്നെ നമ്മള് പുരോഹിതന്മാർ എന്ന് പറഞ്ഞാൽ കർത്താവാണ് മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ എന്ന് നമ്മൾ എബ്രായ ലേഖനം 7-ാം അധ്യായം മുതൽ വായിക്കുന്നുണ്ട്. അതിന്റെ 5-ാമത്തെ അധ്യായം മുതൽ തന്നെ കർത്താവാണ് മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ എന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ ആ മഹാപുരോഹിതനായ കർത്താവിന്റെ ചോട്ടാചോട്ടി പുരോഹിതന്മാരുമാണ് നമ്മള് സഹോദരന്മാരും നമ്മളെ വിശ്വാസികളായിട്ടുള്ളവർ. ഇന്ന് പുരോഹിത വർഗം എന്നൊക്കെ പറഞ്ഞ് ലോഹയിട്ടവരും പല ഫാൻസി ഡ്രസ്സൊക്കെ ഇട്ട് മുത്തുകുടയും ചെങ്കോലും അതുപോലൊക്കെ ഉള്ള ഓരോ വേഷങ്ങളൊക്കെ ഇട്ട്, വേഷവിധാനങ്ങളൊക്കെ ആയിട്ട് പലരും അല്ലെങ്കിൽ പല ഡ്രസ് കോഡും ഒക്കെ ആയിട്ട് വെള്ളയും കറുപ്പും അതുപോലൊക്കെയുള്ള പുരോഹിത വർഗമായിട്ട് ക്ലെയിം ചെയ്യുന്ന ഒത്തിരി വഞ്ചകന്മാര് ക്രിസ്തീയ ലോകത്തുണ്ട്. എന്നാൽ അതിലൊന്നും നമ്മൾ വഞ്ചിക്കപ്പെടുന്നത്, അവരൊന്നും പുരോഹിതന്മാര്, അതിൽ തന്നെ പലരും വീണ്ടും ജനിക്കാത്തവരൊക്കെ തന്നെ പല സാമുദായിക പുരോഹിത വർഗം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ പുരോഹിതന്മാരൊന്നുമല്ല. എന്നാൽ ഏറ്റവും നമ്മള് ഒരു കൊച്ചുകുട്ടിയുടെ 10 വയസ്സുള്ള ഒരു ഒരു മകളെ വീണ്ടും ജനിച്ചാൽ തന്നെ ആ കുഞ്ഞ് ദൈവത്തിന്റെ കണ്ണിലൊരു പുരോഹിതനാണ് അല്ലെങ്കിൽ പുരോഹിതയാണ്. അല്ലെങ്കിൽ ഏറ്റവും ഒരുപക്ഷെ ഒരു പഠിപ്പും അറിവും ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ ഗ്രാമത്തിലുള്ള ഒരു വിധവയായ ഒരു സ്ത്രീ ആയിരിക്കും. അല്ലെങ്കിൽ വേറെ അതുപോലെ
വലിയ പഠിപ്പ് അറിവൊന്നുമില്ല, എന്നാൽ കർത്താവിനാൽ വീണ്ടും ജനിക്കപ്പെട്ട ഒരു സഹോദരിയായിരിക്കും, സഹോദരനായിരിക്കും. വളരെ ലോകത്തിന്റെ കണ്ണിൽ വളരെ താഴേക്കിടയിൽപ്പെട്ട ഒരു വളരെ അധകൃത വർഗം എന്നൊക്കെ ലോകക്കാർ വിളിക്കുന്ന തരത്തിലുള്ള വലിയ ഇനോ ഒരു കാഴ്ചയിൽ ഉപഭംഗിയോ സൗന്ദര്യമോ സാമർഥ്യമോ പണമോ പ്രതാപമോ ഒന്നും കാണത്തില്ല. എന്ന കർത്താവിന്റെ കണ്ണിൽ അവര് രാജകീയ പുരോഹിത രാജാവും പുരോഹിതനും അല്ലെങ്കിൽ രാജ്ഞിയും പുരോഹിതയും എന്നുള്ള ഒരു പദവിക്ക് അർഹരാണ്. അപ്പൊ ലോകക്കാര് കാണുന്നത് പോലല്ല നമ്മള് ഇന്ന് കാണേണ്ടത്. നമ്മളെ വലിയ വലിയ വേഷവിധാനങ്ങളോടൊക്കെയുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ കാണുമ്പോൾ നമുക്ക് അതിന്റെ ഒരു അതില് നമ്മളുടെ കണ്ണനുസരിച്ച് പോകുന്നുണ്ട്. അയ്യോ വലിയ വലിയ പുരോഹിതം വന്നിരിക്കുന്നു, അവരെ അച്ഛനെന്നോ പിതാവേന്നോ ഒക്കെ അറിയാത്തവരൊക്കെ വിളിക്കുമെന്ന് നമ്മളെ ശിശുവൃന്ദത്തിനിടയിൽ ആരെയും പിതാവെന്നോ അച്ഛനെന്നും വിളിക്കരുതെന്ന് കർത്താവ് അവിടെ മത്തായി 23:8 പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പം അതൊന്നും അല്ല പുരോഹിതന്മാർ. യഥാർത്ഥത്തില് കർത്താവിന്റെ കൂടെ വാഴുന്നവരാണ് പുരോഹിതന്മാർ. ആ പുരോഹിത ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താ? ആ ജനത്തിന് വേണ്ടി ദൈവത്തിന് മുമ്പാകെ പക്ഷപാതം ചെയ്യുന്ന യേശു കർത്താവ് നമുക്ക് വേണ്ടി എന്നേക്കും പക്ഷപാതം ചെയ്യുന്നു. ഈ മഹാപുരോഹിതനായിട്ടുള്ള കർത്താവ് എന്നേക്കും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനായിട്ട് ജീവിക്കുന്നു എന്ന അതേ എബ്രായ ലേഖനം 7:25 നമ്മൾ വായിക്കുന്നത്. അപ്പം നമ്മളും കർത്താവിന്റെ പുരോഹിതന്മാരും ഒക്കെ ആണെങ്കിലും അതാ നമ്മളിവിടെ ഞാനിവിടെ വെറുതെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുമല്ലോ. ഇവിടെ വെളിപാട് പുസ്തകം 20:6 വാക്യം ഞാനീ പറയുന്നത്. വെളിപാട് പുസ്തകം 20:6 അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടി 1000 വർഷക്കാലം ആണ്ട് വാഴും. അപ്പൊ പുരോഹിതന്മാരായിട്ട് വാഴുന്ന അപ്പം പെട്ടെന്ന് അങ്ങ് അവര് പുരോഹിത ശുശ്രൂഷ എടുക്കുന്നില്ല. ഇന്നും മറ്റുള്ളവർക്ക് വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവര് അവരെ പുരോഹിതന്മാര് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് വഴി നടത്തുകയും ദൈവത്തിന്റെ അറിവും ആലോചനയൊക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പുരോഹിതന്റെ ശുശ്രൂഷ. നമ്മള് സാജിബ് പലപ്പോഴും ആ ഒരു വാക്യം മലാഖി പുസ്തകത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ അടുത്ത് ശ്രദ്ധിച്ചു കാണും. കൊല്ലത്ത് ആ മീറ്റിംഗ് ഉണ്ടായിരുന്ന സമയത്തും വേറെ ആ വാക്യം പറഞ്ഞായിരുന്നു. കുറെ മാസങ്ങൾ മുമ്പ് ഒരു ഞായറാഴ്ച ആ ഒരു മലാഖിയിലുള്ള ആ ഒരു വാക്യം യഥാർത്ഥത്തിലുള്ള പുരോഹിതന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്, അവന്റെ ഒരു ഗുണാതിശയം, അല്ലെങ്കിൽ ഗുണാതിശയം എന്ന് പറഞ്ഞാൽ തമിഴ് വാക്കായി പോയി, അവന്റെ ഒരു ഗുണവിശേഷം നമ്മളിവിടെ മലാഖി 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം 6-7 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 5 മുതൽ ഞാനങ്ങ് വായിക്കുക. അതായത് നമ്മള് പുരോഹിതന്മാരായിട്ട് വാഴുന്ന പറയുമ്പോൾ അന്ന് ലേവിയ പുരോഹിതന്മാരെ കുറിച്ച് തന്നെ ദൈവം ഇത് ആഗ്രഹിച്ചെങ്കിൽ അതിലും മേലെ ലേവി എന്ന് പറഞ്ഞാല് എബ്രഹാമിന്റെ മകനായിട്ടുള്ള ഇസഹാക്കിന്റെ മകനായിട്ടുള്ള യാക്കോബിന് 12 മക്കളുള്ളതിൽ ഒരാളാണ് ലേവി. ആ ലേവിയിൽ നിന്ന് വന്നവരാണ് ലേവ്യ പൗരോഹിത്യം. അതായിരുന്നു ഇസ്രായേലിലുള്ള പഴയ നിയമത്തിലുള്ള പൗരോഹിത്യം. എന്നാൽ ഈ ലേവിന്റെ ഒക്കെ മുതുമുത്തച്ഛനായിട്ടുള്ള എബ്രഹാം തന്നെ ദശാംശം കൊടുത്ത് ബഹുമാനിച്ച ഒരു മെൽക്കിസദേക്ക് എന്ന് പറഞ്ഞ ഒരു ശാലേം രാജാവിനെ കുറിച്ച് നമ്മൾ ഉൽപ്പത്തി 14-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ ആ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമാണ് കർത്താവിന്റെ പൗരോഹിത്യം എന്ന് സങ്കീർത്തനം 101 ഉള്ള ഒരു വാക്യമാണ് കോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ എബ്രായ ലേഖയും കർത്താവിന്റെ പൗരോഹിത്യം മെൽക്കിസദേക്കിന് ക്രമപ്രകാരം ഉള്ളതാണെന്ന് പറയുന്നത്. 110 സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തില് യു ആർ എ പ്രീസ്റ്റ് ഫോർ എവർ അക്കോർഡിംഗ് ടു ദ ഓർഡർ ഓഫ് മെൽക്കിസദേക്ക്. നീ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു നമ്മളവിടെ വായിക്കുന്നത്. സങ്കീർത്തനം 110-ന്റെ 4-ാമത്തെ വാക്യം. അത് നമ്മള് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലും 6-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലും 7-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലും 3 തവണ അവിടെ കോട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എവിടേക്കാ? സങ്കീർത്തനം 110-ന്റെ 4-ലുള്ളത് എബ്രായർ 5-ന്റെ 6-ല് പറയുന്നു, പിന്നെ എബ്രായർ 6-ന്റെ 20-ല് പറയുന്നു, എബ്രായർ 7-ന്റെ 17-ല് പറയുന്നു. എന്താ പറയുന്നേ? കർത്താവിനെ കുറിച്ച് നീ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ. ഇവിടെ 6-ന്റെ 20-ലും 7-ന്റെ 5-ന്റെ 6-ലും 7-ന്റെ 17-ലും അതുപോലെ തന്നെ നീ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു മഹാപുരോഹിതൻ എന്നുള്ളൊരു കാര്യം, പുരോഹിതൻ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നു. എന്നാൽ 6-ന്റെ 20-ലാണ് മഹാപുരോഹിതനാണ് കർത്താവെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. 6-ന്റെ 20 നമ്മളെപ്പോഴും എബ്രായർ 6-ന്റെ 20 എപ്പോഴും നമ്മൾ പറയുന്ന വാക്യം മുന്നോടി എന്നുള്ളൊരു വാക്ക് മലയാള പരിഭാഷയിൽ സത്യവേദ പുസ്തകത്തില് നിർഭാഗ്യവശാല് ഇല്ലാതെ പോയ ഒരു പരിഭാഷയാണ്.
അവിടെ യഥാർത്ഥത്തിൽ മുൻകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നുള്ളത് മുന്നോടിയായി പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ യഥാർത്ഥത്തിലുള്ള പരിഭാഷ വേണ്ടത്. ട്രാൻഡ്രമാസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എബ്രായർ 6:20 അതാ എബ്രായർ 6:20 അവിടേക്കും യേശു മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പുകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അപ്പം മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം അവിടുന്ന് മഹാപുരോഹിതനാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ എബ്രായർ 6:20 വായിച്ച്. എബ്രായർ 5:6 7:17 കർത്താവ് മെൽക്കിസേദെക്ക് ക്രമപ്രകാരമുള്ള പുരോഹിതനായിരിക്കുന്നു, എന്നേക്കുമുള്ള പുരോഹിതനായിരിക്കുന്നു എന്ന് സങ്കീർത്തനം 110:4 നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. അതെ. അപ്പോ നമ്മൾ തിരിച്ച് മലാഖിയിലോട്ട് വരുമ്പോ അപ്പം മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എന്ന് പറയുമ്പോൾ അതിലും മേലായിട്ടുള്ള കാര്യം. എന്നാൽ ലേവി പുരോഹിതന്മാരുടെ തന്നെ സ്റ്റാൻഡേർഡ് ദൈവം എക്സ്പെക്ട് ചെയ്ത കാര്യമാണ് നമ്മളിപ്പം മലാഖി 2-ാം അധ്യായത്തിൽ ഇപ്പം കാണാൻ പോകുന്നത്. മലാഖി 2-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കും. 5, 6, 7 മലാഖി 2-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം, അവനോടുള്ള എന്റെ നിയമം ജീവനും സമാധാനവുമായിരുന്നു, അവൻ ഭയപ്പെടേണ്ടതിന് ഞാൻ അവയെ കൊടുത്തു. ഭയപ്പെടേണ്ടതെന്ന് വെച്ചാൽ ഭയഭക്തി ബഹുമാനത്തോടെ ബഹുമാനിക്കേണ്ടതിന് ഞാൻ അവയെ കൊടുത്തു. അവൻ എന്നെ ഭയപ്പെട്ട് എന്റെ നാമനിമിത്തം വിറയ്ക്കുകയും ചെയ്തു. ആ ഒരു ഭയഭക്തി ആദരങ്ങളോടെ ഉള്ള ആ ഒരു കർത്താവിന്റെ ലേവ്യമായിട്ടുള്ള എന്റെ നിയമം എന്നുവെച്ചാൽ ലേവ്യ പൗരോഹിത്യം. നമ്മള് കർത്താവിന്റെ കൂടെ പുരോഹിതന്മാരായി വാഴാൻ പോകുന്നവരാണ് എന്ന് നമുക്ക് യഥാർത്ഥത്തിലൊരു അതിനെക്കുറിച്ചൊരു വലിയൊരു ആകാംക്ഷയും, കർത്താവേ എന്നെ ഒരു പുരോഹിതനായിട്ട്, നമുക്ക് എത്ര പേർക്ക് നമ്മളൊരു പുരോഹിതനാണെന്ന് തോന്നാറുണ്ട്. നമ്മളിന്ന് ലോകത്തിലുള്ള വലിയ ലോഹയിട്ടവരെ കാണുമ്പോഴോ അല്ലെങ്കിൽ ബാക്കിയുള്ളൊരു അവര് പുരോഹിതന്മാരാ, അവര് അവരുടെ ജീവിതവൃത്തിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ വേഷം ധരിച്ച് ഭക്തിയുടെ വേഷം ധരിച്ച് ഇറങ്ങിയിരിക്കുന്നവരാ. അതില് ഭക്തി ഉള്ളവർ ചുരുക്കം പേര് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും പറഞ്ഞ അവരതൊരു അവരുടെ ഒരു ജീവിതമാർഗമായിട്ട് അവര് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള പൗരോഹിത വർഗം എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും ജനിച്ച ദൈവമക്കള്. അതാണ് നമ്മൾ 1 പത്രോസ് 2:9 വായിച്ച്. അപ്പം അത് മാത്രമല്ല, നമ്മളെ വെളിപാട് 5:10 നമ്മൾ കണ്ടു, വെളിപാട് 1:6 നമ്മൾ കണ്ടു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ വേഴ്സസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്താ അവിടെ എല്ലാം നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരും ആണെന്നുള്ള കാര്യം 1 പത്രോസ് 2:9 മാത്രമല്ല, വെളിപാട് 5:10 പറയുന്നുണ്ട്. പിന്നെ വെളിപാട് 1:6 വാക്യത്തിലും പറയുന്നുണ്ട്. വി ആർ കിങ്ഡം ആൻഡ് പ്രീസ്, അല്ലെങ്കിൽ കിങ്സ് ആൻഡ് പ്രീസ് എന്നുള്ളൊരു കാര്യം. ബാസിലൂസ് എന്നുള്ളൊരു കാര്യം. ബേസിൽ എന്നുള്ള പേരൊക്കെ ഇന്ന് അവർക്ക് ഉണ്ട്. ബാസിലൂസ് എന്ന് പറഞ്ഞാൽ രാജാവ് എന്നാണ് ഗ്രീക്ക് ഭാഷയിലെ അർത്ഥം. നമ്മള് ബേസിൽമാരോട് ചെന്ന് നിങ്ങളുടെ പേരിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എത്ര പേര് പറയുന്നത് എനിക്ക് അറിയത്തില്ല. ഇവിടെ നമ്മുടെ ബെൽജിയുടെ എൻ്റെ പേര് ബേസിലാണ്. അപ്പൊ ബാസിലൂസ് എന്നുള്ള ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം കിങ് എന്ന രാജാവ്. അപ്പൊ ആ വാക്കാണ് എബ്രായർ 1:6 വാക്യത്തില് കിങ്ഡം, ഹി ഹാസ് മെയ്ഡ് us to be a kingdom priest to his God and Father എന്ന് നമ്മളിവിടെ വായിക്കുന്നത്. നമ്മെ രാജ്യവും അല്ലെങ്കിൽ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമാണ്. നമ്മളെ രാജ്യ പുരോഹിതമാക്കി തീർത്തു എന്നൊക്കെ പറഞ്ഞ് ചില പാട്ടിലൊക്കെ നമ്മൾ പാടാറുണ്ടല്ലോ. രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായതിന് എന്നേക്കും മഹത്വം. അതിപ്പോ വെളിപാട് 1:6, വെളിപാട് 5:10, പിന്നെ 1 പത്രോസ് 2:9. അപ്പം അതിൽ നിന്നെല്ലാം നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? നമ്മൾ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു ജോലി, ഇപ്പൊ നമ്മുടെ ഒരു മനുഷ്യന്റെ കമ്പനിയിൽ ജോലി പ്രവേശിച്ചു. കുറെ നാൾ കഴിഞ്ഞിട്ട് പുള്ളിയോട് ചോദിക്കുക, എന്താ അവിടെ ജോലി? എനിക്കറിയത്തില്ല, ഞാൻ അവിടെ ജോലിക്കാരനാണെന്ന് തോന്നുന്നു, ഇവിടെ വന്ന് എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ കുറിച്ച് നമുക്ക് എന്തുമായിരിക്കും അഭിപ്രായം? മറിച്ച് എനിക്ക് ഇന്ന ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്, ഇന്ന കാര്യങ്ങളാ യജമാൻ എന്നിൽ നിന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചൊരു വ്യക്തതയുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ അത് നല്ലൊരു എംപ്ലോയി. അവനെ കുറച്ച് കഴിയുമ്പോൾ പ്രൊമോഷൻ കൊടുത്താലും കുഴപ്പമില്ല, ഒരു ശമ്പള ഉയർവൊക്കെ കൊടുത്ത് അവനെ ഒന്ന് പ്രൊമോഷൻ ഒക്കെ കൊടുക്കാമെന്നായിരിക്കും. അപ്പൊ കർത്താവ് നമ്മളെ പുരോഹിതന്മാരായിട്ട് വിളിച്ചേക്കുക. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജോലി എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ പുരോഹിതനോ ഞാനോ എന്ന് നമ്മൾ ചോദിക്കുന്ന അവസ്ഥയിലാണ്. അതോ നമുക്ക് ആ ഒരു പുരോഹിത വൃത്തി എന്ന് പറഞ്ഞാല് നമ്മളിവിടെ ഇപ്പം മലാഖി പുസ്തകം 2:4 ലേവിയോടുള്ള എന്റെ നിയമം. ലേവി എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ 12 മക്കളില് യോസെഫ് ഉണ്ടായിരുന്നു, ബെന്യാമിൻ ഉണ്ടായിരുന്നു. ബെന്യാമിൻ എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ. അതുപോലെ ഒരു മകന്റെ പേരാണ് ലേവി. അപ്പൊ ആ ലേവിയിൽ നിന്നാണ്, ആ ലേവിയുടെ ഡിസെൻഡൻസ് ആണ്, ലേവി ഗോത്രത്തിൽപ്പെട്ടവരാണ് കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് അവരൊരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് ഇസ്രായേലിന്റെ പാളയം
അന്ന് മലീമസമാക്കപ്പെട്ടപ്പോ എന്ന് പറഞ്ഞാൽ ഡീഫൈൽഡ് ആയപ്പോ എന്ന് പറഞ്ഞാൽ പാപം അതിൽ വന്നപ്പോ യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തത് ലേവി പൗരോഹിത്യമായിരുന്നു എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തില് 32-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ഈ ലേവി പുരോഹിതനോട് ലേവിക്ക് മാത്രം കർത്താവ് ഈ പൗരോഹിത്യം കൊടുക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ പുരോഹിതനാന്നൊക്കെ പറയുമ്പോൾ നമ്മളോട് ആരെങ്കിലും അപ്പം പഴയ നിയമത്തിൽ ലേവി മാത്രം പുരോഹിതരായിരിക്കും, കർത്താവ് എന്താ പക്ഷപാതിയായിരുന്നു, പാർഷ്യാലിറ്റി കാണിച്ചതെന്ന് വെച്ചാൽ നമ്മൾ പറയണ അല്ല. നോക്കൂ സഹോദര, ബൈബിൾ എടുക്കൂ, തുറക്കൂ, പുറപ്പാട് 32-ാം അധ്യായത്തിന് 26-ാമത്തെ വാക്യം വായിച്ചിട്ടില്ലയോ എന്ന് ഈ കർത്താവ് പരീക്ഷണമൊക്കെ ചോദിച്ചത്. നിങ്ങൾ ഈ ഭാഗം വായിച്ചിട്ടില്ലേ എന്ന് കർത്താവ് മത്തായി 12-ാം അധ്യായമൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഹാവ് യു നെവർ റെഡ് ദിസ് എന്ന് പറഞ്ഞ് കർത്താവ് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ പലരും നമ്മളോടൊപ്പം ചിലപ്പോൾ ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചോദിക്കണം എന്നല്ല, മറിച്ച് അങ്ങനെയുള്ള വായിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് അവർക്ക് എഴുതി കാണിച്ചു കൊടുക്കാനൊക്കെ. ഹാവ് യു നോട്ട് റെഡ് ഇൻ ദ ലോ, ഞാൻ പറഞ്ഞ ആ വാക്യം എനിക്കറിയാം. പുറപ്പാട് 32-ൽ നിങ്ങളുടെ വിരലുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പെട്ടെന്ന് മത്തായി 12-ന് നിങ്ങളത് എടുത്തില്ലേലും സാരമില്ല, ഞാനങ്ങ് പറയാം, നിങ്ങളതങ്ങ് എഴുതി വെച്ചാൽ മതി. എല്ലാം വേഴ്സസും കൂടെ ഒരുമിച്ച് എടുക്കാൻ നിങ്ങൾക്ക് പലർക്കും പറ്റത്തില്ലെന്ന് എനിക്കറിയാം. അപ്പം പുറപ്പാട് 32-ല് ഞാൻ വരുക, അതിന് മുമ്പേ നിങ്ങളത് വായിച്ചിട്ടില്ലേ എന്ന് കർത്താവ് ചോദിക്കുന്ന ആ ഒരു രംഗം മത്തായി 12-ന്റെ 4-ാമത്തെ വാക്യത്തില് അവിടെ അതിന്റെ അവസാനം വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് പരീശന്മാരോട് ചോദിക്കുക. ഹാവ് യു നോട്ട് റെഡ്? പിന്നെയും ഒരു പ്രാവശ്യം പറഞ്ഞു നിർത്തുന്നില്ല, പിന്നെയും കർത്താവ് ചോദിക്കുന്നുണ്ട്, വായിച്ചിട്ടില്ലയോ? അതിന്റെ അർത്ഥം കർത്താവ് ഇതെല്ലാം വായിക്കണമെന്ന് കർത്താവ് പരീശന്മാരോട് വായിച്ചിട്ടില്ലയോ? പരീശന്മാര് വായിച്ചിരിക്കണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവമക്കളായിട്ടുള്ള നമ്മൾ എത്രയധികം ദൈവത്തിന്റെ വചനം വായിച്ചിട്ടുണ്ടായിരിക്കണമെന്ന് നമ്മളെ കുറിച്ച് കർത്താവ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വായിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അത് ഇന്നടത്താ ഉള്ളതെന്നുള്ള കാര്യവും കൂടെ അറിയണമെന്നൊക്കെയാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മത്തായി 12-ന്റെ 5-ാമത്തെ വാക്യം, എന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ? ഹാവ് യു നോട്ട് റെഡ് ഇൻ ദ ലോ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കർത്താവ് 2 തവണ ഹാവ് യു നോട്ട് റെഡ് എന്ന് അവരോട് ചോദിക്കുന്ന ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പുറപ്പാട് 32-ന്റെ 26 വായിച്ചിട്ടില്ലയോ? എന്താ വായിക്കുന്നത് അവിടെ? മോശ പാളയത്തിന് വാതിലിൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അവിടെ പാളയം അവിടെ ഡീഫൈൽഡ് ആയി, അവര് ഗോൾഡൻ കാഫ്, കാളക്കുട്ടിയെ, പൊന്നുകൊണ്ടുണ്ടാക്കിയ കാളക്കുട്ടിയൊക്കെ ആരാധിക്കുന്ന തരത്തിൽ നല്ല വൃത്തിക്ക് അധപ്പതിച്ചിരിക്കുക. അപ്പം അത് കർത്താവിന്റെ നാമത്തെ അപമാനിക്കുന്നവണ്ണം ഈ ഇസ്രായേൽ മക്കൾ ഇത്രയും അധപ്പതിച്ച ആ ഒരു സമയത്ത് 25-ാമത്തെ വാക്യത്തില് അവര് കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട്, അത് മോസസ് സോ ദാറ്റ് ദ പീപ്പിൾ വെയർ ഔട്ട് ഓഫ് കൺട്രോൾ എന്നുള്ള വാക്യം, അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ പരസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചു വിട്ട് കളയുകയാൽ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആരാ വന്നേ? യഹോവയുടെ പക്ഷത്ത് ആരാന്നും പറഞ്ഞുകൊണ്ട് അവര് ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വന്നേ. ലേവ്യർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. ലേവി, ഓൾ ദ സൺസ് ഓഫ് ദ ലേവി. വചനത്തിൽ ഓൾ ദ സൺസ് ഓഫ് ദ ലേവി. അപ്പൊ ലേവി എത്ര നന്നായിട്ടാണ് തന്റെ മക്കളെ വളർത്തിയത് എന്നുള്ളതിന്റെ ഒരു തെളിവാ. വെച്ചാൽ ചില അപ്പന്മാർ ഇങ്ങോട്ട് പോകാന്ന് പറയുമ്പോൾ മക്കൾ അങ്ങോട്ട് പോകും. എന്നുവെച്ചാൽ അപ്പൊ വളർത്തു വളർത്തു ദോഷം എന്നൊക്കെ, വിത്ത് ഗുണം 10 ഗുണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നാട്ടിൻപുറത്ത് പറയുന്നത് പോലെ, ഇതാണ് നാട്ടിൻപുറത്ത് മാത്രമല്ല വചനത്തിൽ അത് തന്നെ പറയുന്നത്. ഇന്ന് ഒരു കൗൺസിലിങ്ങിനായിട്ട് ഒരു അപ്പനും അമ്മയും കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പം ഞാൻ അവർക്ക് ആ സദൃശവാക്യം 22-ന്റെ 6-ാമത്തെ വാക്യമൊക്കെ ഒന്നുകൂടെ ഓർപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത്, ബാലൻ അല്ലെങ്കിൽ ബാലിക നടക്കേണ്ടെന്ന് വഴിയെ അവരെ അഭ്യസിപ്പിക്കുക, അവര് മുതിർന്നാലും അത് വിട്ടുമാറുകയില്ല എന്ന് നമ്മളവിടെ സദൃശവാക്യം 22-ന്റെ 2-ല് ട്രെയിൻ അപ്പ് എ ചൈൽഡ് ഇൻ ദ വേ he should go, not he wants to go, then he will not depart from it even when he is old. അപ്പം മോനോട് അപ്പനെ ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകും. ശരിക്കും പറഞ്ഞാൽ ലേവിയുടെ പുത്രന്മാരെല്ലാം വന്നെന്ന് പറയുമ്പോൾ അവരെല്ലാം അതുപോലെ ഒരു ദൈവനാമത്തിനായിട്ട് ഒത്തൊരുമയോടെ നിന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. സോ ഓൾ ദ സൺസ് ഓഫ് ദ ലേവി, അപ്പോൾ ലേവിയർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ദൈവം ലേവ്യർക്ക് തന്റെ പൗരോഹിത്യ ശുശ്രൂഷ ലേവ്യർക്കുള്ള അവകാശം
കർത്താവ് തന്നെയാണ് ഐ ആം യുവർ പൊസിഷൻ, ഐ ആം യുവർ ഇൻഹെറിറ്റൻസ്, ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഓഹരി എന്നൊക്കെ പറഞ്ഞ് ലേവ്യ പുരോഹിതൻ ലേവ്യർക്ക് തന്നെ അവകാശമാക്കി കൊടുക്കുന്ന തരത്തിൽ ദൈവം ലേവ്യരെ അതുപോലെ മാനിച്ചു ആലയത്തിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് ലേവ്യരെ തെരഞ്ഞെടുത്തു എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ അതേ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇന്ന് പുതിയ നിയമത്തിലെ ഒത്തിരി പാസ്റ്റർമാരെന്ന് പറയുന്ന ആൾക്കാരൊക്കെ അവർ ലേവ്യരാന്നൊക്കെ പറഞ്ഞിട്ട് ദശാംശം വേണമെന്ന് പറയുന്നവരുണ്ട്. എന്ന് യഥാർത്ഥത്തില് ഇങ്ങനെ അന്നത്തെ ലേവ്യർക്ക് അവർക്ക് ലാൻഡോ ഓണർഷിപ്പോ ഒന്നും ഇല്ലായിരുന്നു. ഇന്നത്തെ ഈ ദശാംശം വേണമെന്ന് പറയുന്ന പാസ്റ്റർമാരെന്ന് പറയുന്ന ആൾക്കാർക്ക്, പാസ്റ്റർമാരെന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ പറയുന്ന കാരണം പാസ്റ്റർ എന്നുള്ള വാക്കിനർത്ഥം ഷെപ്പേർഡ്സ് എന്ന്, അതൊരു പദവി, അതൊരു ടൈറ്റിൽ തന്നെ. പാസ്റ്റർമാരെന്ന് പറയുന്ന ആൾക്കാർക്ക് ലാൻഡ് ഓണർഷിപ്പും ഒക്കെ എടുത്തുകൊണ്ടാണ് അവര് ദശാംശം വേണമെന്നും ബാക്കി അങ്ങനെയുള്ള പല കാര്യങ്ങളും പഴയ നിയമത്തിലെ പല കാര്യങ്ങളും ഒക്കെ അവർ ക്ലെയിം ചെയ്യാൻ നോക്കുന്നത്. അതൊക്കെ വളരെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ സാങ്കേതിക വരുന്നതിനൊക്കെ പലതവണ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആ ലേവ്യ പുരോഹിതന്മാരിൽ നിന്ന് തന്നെ ദൈവം എക്സ്പെക്ട് ചെയ്ത ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കുമ്പോൾ പുരോഹിതന്മാരായിട്ട് വാഴാൻ പോകുന്ന നമ്മളെ കുറിച്ച് ദൈവം എത്ര അധികം ആ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മലാഖി 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. മലാഖി 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ലേവിയോടുള്ള എന്റെ നിയമം നിലനിൽക്കുവാൻ തക്കവണ്ണം ഞാൻ ഈ ആജ്ഞ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ലേവിയോടുള്ള എന്റെ നിയമം. അത് കഴിഞ്ഞിട്ട് പറയുക അവനോടുള്ള നിയമം, അതായത് മലാഖി 2:5, അവനോടുള്ള എന്റെ നിയമം ജീവനും സമാധാനവുമായിരുന്നു. അവർ ഭയപ്പെടേണ്ടതിന്, അതായത് ഭയത്തോടെ ബഹുമാനിക്കേണ്ടതിന് ഞാൻ അവന് അവയെ കൊടുത്തു. ഈ നിയമം, ഈ കവനന്റ്, ഈ ഒരു ഉടമ്പടി കൊടുത്തു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നു. അവയെ കൊടുത്തു. അവൻ ഇനി ഭയപ്പെട്ട് എന്റെ നാമനിമിത്തം വിറയ്ക്കുകയും ചെയ്തു. അപ്പൊ എന്താ ലേവിയെ കുറിച്ച്, പുരോഹിതന്മാരെ കുറിച്ച് അന്ന് മലാഖി പുസ്തകത്തിൽ, മലാഖി ഈ പുസ്തകം എഴുതുമ്പോൾ, മലാഖിയുടെ പുസ്തകം ബൈബിളിലെ പഴയ നിയമത്തിലെ ലാസ്റ്റ് പുസ്തകമായിട്ടുള്ള മലാഖിയുടെ പുസ്തകം എഴുതുമ്പോൾ അന്ന് ഇസ്രായേലിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അന്ന് അവര് ഒന്നിനും കൊള്ളാത്ത എന്തെങ്കിലും മൃഗം ഉണ്ടെങ്കിൽ എന്തായാലും ഈ മൃഗം ഒരു ന്യൂസൻസ്, അപ്പൊ അതിനെ പിടിച്ച് ദൈവത്തിന് യാഗം കൊടുത്തെന്നുമായി ഇതിനെ ഒഴിഞ്ഞു കിട്ടുകയും ചെയ്തു. ഒരു വെടിക്ക് 2 പക്ഷി അതുപോലെ ദൈവത്തെക്കാട്ടും ബുദ്ധിയുള്ളവരായിരുന്നുകൊണ്ട് ഈ അന്നത്തെ ഇസ്രായേൽ ജനം വളരെ മിടുമിടുക്കോടെ അവര് യാഗം കഴിക്കാനൊക്കെ ഇതുപോലൊക്കെയുള്ള ഓരോ തോന്നിവാസങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഈ പുരോഹിതന്മാരെ കുറിച്ച് അവിടെ ആ പുരോഹിതന്മാരെ ആ കർത്താവ് വളരെ ശക്തമായിട്ട് ശാസിക്കുന്നേ. ഇന്ന് നമ്മളെ ദൈവം പുരോഹിതന്മാരായിട്ട് വിളിച്ചിരിക്കുമ്പോ നമ്മള് എത്രയധികം ആ ഒരു ഭയഭക്തിയോടായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. ആ കാര്യങ്ങളെ ഉറപ്പിക്കാനും വേണ്ടിയാണ് നമ്മൾ പുരോഹിതന്മാരായിട്ട് വാഴും എന്നുള്ളൊരു വെളിപാട് 20-ന്റെ 6-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേ. അപ്പൊ ഇവിടെ അതിന്റെ മലാഖി 1:6 ഓ പ്ലീസ് ഹു ഡിസ്പൈസ് മൈ നെയിം, പുരോഹിതന്മാരെ, അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ എന്ന് വിളിക്കുന്നുണ്ട്. ദൈവത്തിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാര്. അപ്പൊ നമ്മൾ ഇന്ന് ആ കാറ്റഗറി പെടുന്നവരാണോ? പിന്നെ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഒരു എക്സ്ക്ലമേഷനോടുകൂടി, ഒരു ആശ്ചര്യത്തോടുകൂടി നമ്മൾ എഴുതുമ്പോൾ ചില ആശ്ചര്യചിഹ്നമൊക്കെ ഇട്ട് അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് ഒരു ആശ്ചര്യചിഹ്നത്തോട് ദാറ്റ് ദേ വേ വൺ എമംഗ് യു. 10-ാമത്തെ വാക്യം, മലാഖി 1:10 10-ാമത്തെ വാക്യം, നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാഞ്ഞാൽ കൊള്ളാമായിരുന്നു. അത് നമ്മൾ വായിക്കുന്നത് വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന്, ഞാനത് അത് വായിച്ചപ്പം, വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളാമായിരുന്നു. എന്നുവെച്ചാല് നിങ്ങൾ വെറുതെയാണ് യൂസ്ലെസ്ലി കിൻഡ്ലിംഗ് ഫയർ ഓൺ മൈ ഓൾട്ടർ. നിങ്ങൾ ഈ അൾത്താരയിൽ വന്ന് യാഗവസ്തു എന്നൊക്കെ പറഞ്ഞ് സിക്ക് ആയിട്ടുള്ളതിനെ, ബ്ലൈൻഡ് ആയിട്ടുള്ളതിനെ, ഞാൻ വെറുതെ പറഞ്ഞ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണ്. അതായത് മുടന്തും ദീനവും ഉള്ള കണ്ണുപൊട്ടിയതിനെയൊക്കെ യാഗം കഴിപ്പിക്കാൻ കൊണ്ടുവരുന്ന കാര്യമാണ് 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അപ്പം നമ്മളും ഇന്ന് ദൈവത്തിനായിട്ട് യാഗം അർപ്പിക്കാനായിട്ട് നമ്മള് പ്രാർത്ഥിക്കുന്നു. നമ്മള് സഭയിൽ വരുന്നു, ദൈവത്തിനായിട്ട് എന്തെങ്കിലും നമ്മള് ഓഫറിംഗ് ബോക്സിൽ ഇടുന്നുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തെ തന്നെ ദൈവത്തിന് യാഗമായിട്ട് കൊണ്ടുവരുമ്പോൾ നമുക്കൊരു വെറുതെ ഒരു ചടങ്ങായിട്ട് ഒരു ലാഘവത്തോടെ എന്തായാലും ഞായറാഴ്ച പോകണമല്ലോ, അത് പോയി കളയാൻ, പോയില്ലെങ്കിൽ സാറന്മാരൊക്കെ വിളിച്ച് പിന്നെ എന്താ വരാൻ ചോദിക്കുക, അതുകൊണ്ട് പോയേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു മുടന്നുള്ളതിനെയും ദീനമുള്ളതിനെയും കണ്ണുപൊട്ടിയതിനെയൊക്കെ പിടിച്ച് യാഗമായിട്ട് കഴിക്കുമ്പോൾ ഇത് വെറുതെ ആയി കത്തിക്കുന്നേ.
അതാ പറയുന്നത് 10ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് ഇങ്ങനെ വെറുതെ തീ കത്തിക്കാതിരിക്കണം എന്ത് ചെയ്യണം? ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളാമായിരുന്നു, എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അത് നമ്മളിവിടെ വായിക്കുന്നത്. ഐ എം നോട്ട് പ്ലീസ് വിത്ത് യു, ഓ ദാറ്റ് there were one among you who would shut the gates that you might not uselessly kindle fire on my name. ഇതുപോലുള്ള യാഗമായിട്ട് വരുമ്പോ ആ ഗേറ്റ് അങ്ങ് അടച്ചു കളയാം, ഇങ്ങോട്ട് കയറി പോയേക്കെന്ന് പറഞ്ഞാൽ ഗേറ്റ് അങ്ങ് അടച്ചു കളയണം. ചില അല്ലെങ്കിൽ ഇത് പിടിച്ചുകൊണ്ട് ഈ വേണ്ടാത്തനെയും പിടിച്ചിട്ട് യാഗം കഴിപ്പിക്കാൻ വേണ്ടി എന്റെ യാഗപീഠത്തിൽ വെറുതെ നിങ്ങളെ തീ കത്തിക്കേണ്ട കാര്യമില്ല, ഈ ഗേറ്റ് അങ്ങ് ആരെങ്കിലും അടച്ചു കളയാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയത്തക്ക വണ്ണം അതുപോലുള്ള ഒരു യുനോ ദൈവജനത്തിന്റെ ഒരു അധപതിച്ച ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പൊ ആ പുരോഹിതന്മാർ ഒരാളെങ്കിലും ഇങ്ങനെ ഒരു വാക്ക് പറയാനുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു കാര്യം അവിടെ മലാഖിയിലൂടെ ദൈവം പറയുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് മലാഖി 2ാം അധ്യായത്തിന്റെ 6ാമത്തെ വാക്യത്തില് നേരുള്ള ഉപദേശം അവന്റെ വായിലുണ്ടായിരുന്നു. യഥാർത്ഥത്തിലുള്ള ഒരു പുരോഹിതന്റെ വായിൽ എന്താ ഉണ്ടായിരിക്കുന്നത്? ട്രൂ ഇൻസ്ട്രക്ഷൻ, യഥാർത്ഥത്തിലുള്ള സത്യോപദേശം എന്നൊക്കെ നമ്മുടെ 1 തിമോഥെയോസ് 6ാം അധ്യായത്തിന്റെ 3ാമത്തെ വാക്യത്തിലൊക്കെ സൗണ്ട് ഡോക്ടറിൻ എന്നൊക്കെ വായിക്കുന്നുണ്ട്. ഇന്ന് ആൾക്കാർക്ക് കുറച്ച് ഇങ്ങനെ മ്യൂസിക് ഒക്കെ ഇട്ട് എല്ലാവരും തുള്ളിച്ചാടി ആരാധിക്കും അങ്ങനെ തുള്ളിച്ചാടി അവര് ആത്മാവിനായെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറച്ച് ഇമോഷണലായിട്ട് എല്ലാവരും ഇളക്കപ്പെരുപ്പത്തില് ഒന്ന് നിങ്ങൾ ആരാധിച്ചു, വിടുതലായി, ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രവചനം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളെല്ലാം ഇന്ന് നമ്മൾ ക്രിസ്തീയ ലോകത്തേക്ക് നോക്കുമ്പോൾ അങ്ങനെയുള്ള തരത്തിലുള്ള യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ നിറവും യഥാർത്ഥത്തിലുള്ള വരങ്ങളും എല്ലാം ഇന്നും ഉണ്ട്. എന്നാൽ അതിന്റെയൊക്കെ പല വ്യാജാനുകരണങ്ങളാണ് ഇന്ന് ക്രിസ്തീയ ലോകത്ത് റാമ്പന്റ് ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെയൊക്കെ മധ്യത്തിൽ സത്യോപദേശം, ദൈവത്തിന്റെ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എങ്ങനെ അന്യഭാഷ പറയുവാണെങ്കിൽ 2-3 പേര് പറയട്ടെ, വ്യാഖ്യാനം ഇല്ലെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ 1 കൊരിന്ത്യർ 14ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്നത്. എന്നാൽ അതാ സത്യോപദേശം എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഓരോ കാര്യത്തിലുമുള്ള സത്യോപദേശം. യഥാർത്ഥത്തിൽ ഇപ്പം ചിലര് അതിന്റെ വേറെ എക്സ്ട്രീമില് പോയി ബ്രദറൻ ബാപ്റ്റിസ്റ്റ്, കാൽവിനിസ്റ്റിക്, റിഫോംഡ് തിയോളജി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ക്രമോദരങ്ങളെല്ലാം നിന്നുപോയി എന്ന് പറഞ്ഞ സെസേഷനിസ്റ്റ് തിയറിയായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. രക്ഷ നഷ്ടപ്പെടുത്തൽ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. യേശു നമ്മെ പോലെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടിൽ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഉപദേശപരമായിട്ട് പല രീതിയിലൊക്കെ അങ്ങനെ വീണുപോയി കിടക്കുന്ന അങ്ങനെ ഒരു ചുറ്റുമുള്ള ഒരു ക്രിസ്തീയ ലോകത്തില് യഥാർത്ഥത്തിലുള്ള ഒരു സത്യോപദേശം പറയുന്നവരാണ് യഥാർത്ഥത്തിലുള്ള പുരോഹിതന്മാര്. നമ്മൾ പുരോഹിതന്മാരായിട്ട് വാഴൂ എന്ന് പറഞ്ഞ് നമ്മള് ഒരുപാട് 20-6 നമ്മൾ പുരോഹിതന്മാരായിട്ട് വാഴും. നമ്മൾ പുരോഹിതന്മാരായിട്ട് ഓട്ടോമാറ്റിക്കലി വാണുള്ളൂ. പക്ഷെ ഈ പുരോഹിതന്മാരെ കുറിച്ച് ദൈവം എന്താ എന്നെ ഇവിടെ ഇപ്പം ഒരാൾ പറയുവാണ്, എന്നെ ഇവിടെ ഓഫീസിലെ ക്ലർക്കായിട്ട് നിയമിച്ചിട്ടുണ്ട്. ക്ലർക്കിന്റെ ജോലി എന്താ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ അവിടെ പോയിട്ട് ഒപ്പിട്ടൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചായയൊക്കെ കുടിച്ച് കോഫി ബ്രേക്ക് ഒക്കെ എടുത്ത് ലഞ്ച് ബ്രേക്ക് ഒക്കെ എടുത്ത് ഞാൻ എല്ലാം കത്തിയൊക്കെ അടിച്ച് ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ അത് എന്ത് ദിവസന അത് എന്ന് ഡിസ്മിസ് ആയി എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ എന്ന് പറയുന്നത് ദൈവം നമ്മുടെ പുരോഹിതന്മാരായിട്ട് ദൈവം നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുമ്പോൾ യഥാർത്ഥത്തില് പുരോഹിതന്മാരെ എങ്ങനെ സത്യോപദേശം യഥാർത്ഥത്തിൽ ശരിയാണ്. ദൈവം എല്ലാവരും ഉപദേഷ്ടാക്കന്മാരായിട്ട് വിളിച്ചിട്ടില്ല. ഇത് നിങ്ങളിൽ ഒത്തിരി പേര് ഉപദേശകരാകാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ യാക്കോബ് 3ാം അധ്യായത്തിന്റെ 1ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ? ലെറ്റ് നോട്ട് മെനി ഓഫ് യു ബിക്കം ടീച്ചേഴ്സ്. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്ന് അറിഞ്ഞ് നിങ്ങളിൽ അനേകരും ഉപദേഷ്ടാക്കന്മാരാകരുത്. ദൈവം ചിലര് ഉപദേഷ്ടാക്കന്മാരുമായി എന്ന ഗോഡ് കോൾഡ് സം ആസ് ടീച്ചേഴ്സ് എന്നൊക്കെ എഫേസ്യർ 4:11 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ടീച്ചിങ് മിനിസ്ട്രി അത് ദൈവം അതുപോലെ നൽകിയിട്ടുള്ള അവര് അത് നിർവഹിച്ചാൽ മതി. പക്ഷേ നമുക്ക് ആരോടെങ്കിലും ഇപ്പൊ നമ്മളുടെ കുഞ്ഞുങ്ങളോട്, നമ്മളുടെ ഇളയ സഹോദരങ്ങളോട് നമുക്കിന്ന് സുവിശേഷ യഥാർത്ഥത്തിലുള്ള സത്യോപദേശം പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ വേറൊരാൾ നമ്മളെ കുറിച്ച് എന്തെങ്കിലും ഡോക്ടറിന്റെ കാര്യം വന്ന് ചോദിക്കുന്നു, നിങ്ങളുടെ ചർച്ചിൽ എന്താ ഇങ്ങനെ ചെയ്യുന്നേ, നിങ്ങൾ എന്താ സ്വത കാഴ്ച എടുക്കാതെ, നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ വെറുതെ അതെന്താന്ന് എനിക്ക് അറിഞ്ഞിട്ട് ഞങ്ങളുടെ ചർച്ചിലെ അങ്കിൾമാരെ ആന്റിമാരെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു. പണ്ടേത് സന്യാസി എന്താ ചെയ്തേ, പൂജയ്ക്ക് മുമ്പായിട്ട് പൂച്ചയെ പിടിച്ച് അവിടെ പൂച്ച ശല്യം ഉണ്ടാക്കുമായിരുന്നു. അപ്പം പൂജയ്ക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യും, പൂച്ചയെ പിടിച്ച് അടച്ചിടുമായിരുന്നു. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള കഥയായിരിക്കും. അപ്പൊ ഇപ്പൊ സന്യാസിയുടെ മോന് ഇത് കണ്ടു വളർന്നു. അപ്പൊ പൂജയ്ക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യണം, പൂച്ചയെ പിടിച്ച് അടച്ചിടണം. കുറെ കഴിയുമ്പോൾ
സന്യാസി മരിച്ചു. സന്യാസിയുടെ മകൻ പിന്നെ ഈ ചടങ്ങൊക്കെ നടക്കുകയാണ്. അപ്പം പൂച്ചയെ പിടിച്ച് അടച്ചിടും. കുറച്ച് കഴിയുമ്പോൾ പൂച്ച ചത്തുപോയി. അപ്പൊ അയ്യോ, പൂജയ്ക്ക് മുമ്പായിട്ട് പൂജയുടെ ആദ്യത്തെ പ്രചാരണം പറഞ്ഞത് പൂച്ചയെ പിടിച്ച് അടച്ചിടുന്നത്. അപ്പം പിന്നെ അയൽപക്കത്ത് പോയിട്ട് പൂച്ചയെ പിടിച്ചോണ്ട് വന്ന് അടച്ചിട്ടിട്ട് പിന്നെ പൂജ ചെയ്തെന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ അങ്കിൾമാരും ആന്റിമാരൊക്കെ പണ്ടുപോലെ ഞങ്ങൾ ചർച്ചിൽ ഇങ്ങനെ ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. വചനത്തിൽ എവിടെയാണെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. അത് വേണമെങ്കിൽ ഇതിന്റെ അടുത്ത് പോയി ചോദിച്ചു എന്ന്. ശരിയാണ്, നമ്മളിപ്പം ചർച്ചിലൂടെ പുതുതായിട്ട് വന്നവരൊക്കെ ആണെങ്കിൽ ശരിയാണ്, അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഉപദേശങ്ങളും കാര്യങ്ങളും എല്ലാം കേട്ടിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് വചനത്തിൽ എവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ടാ ശരിയാണ്. ഇപ്പൊ ഒരു അനോയിന്റഡ് ടീച്ചറിനെ പോലെ ഒരു അഭിഷേകമുള്ള ഒരു ഉപദേഷ്ടാവായിട്ട് ദൈവം സഭയിൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള, അതുപോലെ വചനം സംസാരിക്കുന്ന ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു സഹോദരനെ പോലെ ഒരുപക്ഷെ നമുക്ക് അതുപോലെ വ്യക്തമാക്കി കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ലായിരിക്കാം. എങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് എന്തൊക്കെയാണ് വചനത്തിൽ ഇവിടെ അവിടെയൊക്കെ ഉണ്ട്, ഏകദേശം ഒരു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരു ധാരണ, എസ്പെഷ്യലി നമ്മൾ വളർന്നു വരുന്ന ചെറുപ്പക്കാര് ഒക്കെ വചനത്തിലെ അതുപോലെ നമ്മുടെ ആ കാര്യങ്ങളെ കണ്ട് വചനം ഗ്രഹിച്ച് വളർന്നു വരുമ്പോഴാ നാളെ അവർക്ക് എന്തെങ്കിലും ഒരു ടീച്ചിങ് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ജീവിതത്തിൽ ഒരാളെ പിടിച്ചെങ്കിൽ ടീച്ചറാക്കാൻ ഒക്കില്ല. വർഷങ്ങളായിട്ട് നമ്മള് വചനത്തില് വേരൂന്നി വളരുമ്പോഴാണ് നാളെ ദൈവത്തിന് നമ്മളെ ഒരു വചനത്തിന്റെ ഒരു ഉപദേഷ്ടാവായിട്ട്, ടീച്ചറായിട്ട്, ആ ഒരു മറ്റുള്ളവർക്ക് വചനം പറഞ്ഞു കൊടുക്കാനായിട്ട്, ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനായിട്ട് നാളെ നമ്മളെ ഒന്ന് ശുശ്രൂഷ ഏൽപ്പിക്കണമെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊരു ഗ്രാഹ്യം നമുക്ക് ഓരോ ദിവസവും നമ്മൾ വചനം ധ്യാനിക്കുന്ന വേസ്റ്റാക്കി കളയാതെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചാലേ നാളെ നമുക്ക് അത് ഈവൻ ഒരു സൺഡേ സ്കൂളും ടീച്ചർ എന്ന നിലയിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിരിക്കും, ഒരു അപ്പനോ അമ്മയോ എന്ന നിലയിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ തന്നെ യുവ സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ദൈവം ഏൽപ്പിച്ച തരത്തില് ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുക്കാനായിരിക്കും. അപ്പൊ സത്യോപദേശം അതാ നമ്മൾ മലാഖി 2-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യത്തില് പുരോഹിതന് എങ്ങനെ നേരുള്ള ഉപദേശം അവന്റെ വായിലുണ്ടായിരുന്നു, നീതികേട് അവന്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. അൺറൈച്ചസ്നെസ്, നീതികേട്, അസത്യം, കള്ളത്തരം, വേണ്ടാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവന്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോടുകൂടെ നടന്ന് പലരെയും അകൃത്യം വിട്ടുതിരിയുവാനിടയാക്കി. അവൻ മറ്റൊരനേകരെ പാപത്തിൽ നിന്ന് വിട്ടുതിരിഞ്ഞ് കർത്താവിന്റെ കൂടെ നടക്കുമാറാക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ഒരു പുരോഹിത ശുശ്രൂഷ നിർവഹിക്കുന്നവൻ. ഇതിന്റെ പഴയ നിയമത്തിലാണെങ്കിൽ ലേവിയുടെ പുത്രന്മാർക്ക് മാത്രമേ ആവാൻ പറ്റത്തുള്ളായിരുന്നു. അതും അവർക്ക് ഫിസിക്കൽ ഡിഫക്റ്റ്, ശാരീരികമായിട്ടുള്ള വൈകല്യമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തവരെയൊക്കെ അന്ന് പുരോഹിത ശുശ്രൂഷയ്ക്ക് അവർക്ക് പറ്റുള്ളായിരുന്നു. എന്നാൽ ഇന്ന് പുതിയ നിയമത്തില് നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷ എന്തിനു പ്രൊപ്പോർഷനായിട്ട് വെച്ചാൽ നമ്മൾ ആണാണോ പെണ്ണാണോ എന്നുള്ളതിനെ ബേസിസ് ചെയ്തില്ലല്ല. നമ്മളിവിടെ മലാഖി 2-ൽ ഒരു വിരൽ വെച്ചുകൊണ്ട് എബ്രായർ 7-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷയുടെ നമ്മളുടെ ബലം, നമ്മളുടെ എഫക്റ്റീവ്നെസ്. ഇപ്പം രണ്ടുപേർക്ക് നമ്മള് രണ്ടുപേർക്കും ഒരേ ഇൻഫെക്ഷൻ, ഒരാൾക്ക് ഒരു ആന്റിബയോട്ടിക് കൊടുത്തു, വേറൊരാൾക്ക് വേറൊരു ആന്റിബയോട്ടിക് കൊടുത്തു. ഒരാൾക്ക് ആന്റിബയോട്ടിക് കൊടുത്ത് രണ്ടുപേർക്കും ഒരേ ഇൻഫെക്ഷൻ തന്നെ, പക്ഷെ ഈ ആന്റിബയോട്ടിക് എക്ക് ഒരു എഫക്റ്റും ഇല്ല. ആന്റിബയോട്ടിക് ബി കൊടുത്തതേ ഉള്ളൂ, ആദ്യത്തെ ഡോസ് കൊണ്ട് തന്നെ പാതി ഇൻഫെക്ഷൻ കുറഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെ ആ എഫിക്കസി അത്രയുണ്ടായത്. എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ശുശ്രൂഷയുടെ എഫിക്കസി, നമ്മുടെ ശുശ്രൂഷയുടെ ആ ഒരു എഫക്റ്റീവ്നെസ്, ആ ഒരു ഫലപ്രാപ്തി എബ്രായർ 7-ന്റെ 16 പറഞ്ഞിരിക്കുന്നത്. ജഡസംബന്ധമായ, മലയാളത്തിൽ ഇത് 15-ാമത്തെ വാക്യത്തിൽ, ഇംഗ്ലീഷിൽ 16-ാമത്തെ വാക്യത്തിൽ. എബ്രായർ 7-ാം അധ്യായത്തിലാണ് നമ്മള് കർത്താവ് മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേകം പുരോഹിതൻ എന്നല്ലോ സാക്ഷീകരിച്ചിരിക്കുന്നതെന്ന് അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മളിപ്പം എബ്രായർ 6-ന്റെ 17 ഇപ്പൊ നമ്മൾ റെഫറൻസ് ആയിട്ട് എഴുതിയിട്ടതേ ഉള്ളൂ. എഴുതിയിട്ടുള്ളവരാണെന്ന് നോക്കിയാൽ ഇവിടെ മോഡല് നമ്മൾ എഴുതിയിട്ടു. എന്താ? എബ്രായർ 5-ന്റെ 6, 6-ന്റെ 20, 7-ന്റെ 17. ആ 7-ന്റെ 17 തൊട്ട് മുമ്പേ അതിന്റെ മലയാളത്തിൽ 15-ാമത്തെ വാക്യം, ഇംഗ്ലീഷിൽ 16-ാമത്തെ വാക്യത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിക്കുന്നത്, നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് എ ലോ ഓഫ് ഫിസിക്കൽ റിക്വയർമെന്റ്. അന്ന് ജഡസംബന്ധമായ കൽപ്പന അല്ലെങ്കിൽ ശരീരം സംബന്ധിച്ചുള്ള കൽപ്പന, ശരീരത്തിലുള്ള ഊനം ഉണ്ടായിരിക്കരുത്, ആണായിരിക്കണം, ലേവ്യപുത്രനായിരിക്കണം. അത് ശാരീരികമായ, അവൻ ശരീരപ്രകാരം ജഡപ്രകാരം അവൻ എവിടെ ജനിച്ചു, അവന്റെ ആരോഗ്യസ്ഥിതി, അതിനെയൊക്കെ ബേസ് ചെയ്തതായിരുന്നു അവരുടെ പൗരോഹിത്യം എന്നുണ്ടെങ്കിൽ അത് പഴയ നിയമത്തിൽ, അത് അന്തകാലം. ഇന്നത്തെ ഇന്ന് നമ്മുടെ പോസ്റ്റ് പെന്റിക്കോസ്റ്റൽ ഡേയ്സിൽ
പെന്തക്കോസ്ത് നാളിന് ശേഷമുള്ള പുതിയ നിയമത്തിന്റെ നാളുകളിലെ, പുതിയ ഉടമ്പടിയുടെ അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ നാളുകളിലെ ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണകരല്ല അഴിഞ്ഞു പോകാത്ത, മറ്റേത് അഴിഞ്ഞു പോകുന്നതായിരുന്നു. ഈ ശരീരമൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങ് അഴിഞ്ഞു പോകും, ഈനോ മരിച്ചു അഴിഞ്ഞ് അത് മൺമയമായി തീർന്നു. ഇത് അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കീസേദെക്കിന്റെ സദൃശനായി ഉദിക്കുന്നു എങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. അപ്പം ബട്ട് അക്കോർഡിംഗ് ടു ദ, അപ്പം അത് നമ്മൾ വായിക്കുന്നത് ഈ കർത്താവിന്റെ പൗരോഹിത്യം ഈ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്ന് പറയുമ്പോൾ എന്താ, അത് ജഡസംബന്ധമായിട്ടുള്ള കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ ഒരു പ്രമാണമാണ്. അതാ നമ്മളിവിടെ അക്കോർഡിംഗ് ടു ദ പവർ ഓഫ് എ ഇൻഡസ്ട്രക്റ്റബിൾ ലൈഫ്, അതിന്റെ ക്രമപ്രകാരമാണ് നമ്മളും നമ്മളും ആ ഇൻഡസ്ട്രക്റ്റബിൾ ലൈഫ്, കർത്താവിന്റെ ജീവന്റെ ഒരു കണികയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ കിട്ടിയത്. എന്നാൽ ജീവൻ ഉണ്ടാകുവാനും സമർത്ഥമായ ജീവൻ ഉണ്ടാകുവാനും കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നതെന്ന് യോഹന്നാൻ 10:10 നമ്മൾ വായിക്കുന്നു. അപ്പൊ നമ്മളില് നമ്മുടെ സ്വയത്തിന്റെ മരണം സംഭവിക്കുന്നതനുസരിച്ച് നമ്മളിലെ ജീവൻ വെളിപ്പെടുന്നു. നമ്മളത് 2 Corinthians 4:10-11 വാക്യങ്ങളൊക്കെ നമ്മളെല്ലാവരും എപ്പോഴും എടുത്ത് ഒത്തിരി വർഷങ്ങളായിട്ട് വായിക്കുന്ന, അത് ഒന്നും നമുക്ക് എടുക്കേണ്ടതിന്റെ ആവശ്യമില്ലെന്ന് എന്റെ വിചാരം. ഞാനത് 2 Corinthians 4:10-11 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് എന്റെ പ്രതീക്ഷ. എന്ന് വെച്ചാൽ നമ്മൾ അത്രയധികം ആ വാക്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. 2 Corinthians 4:10-11 വാക്യങ്ങളിൽ എന്താ പറയുന്നത്, നമ്മളുടെ മരണം, കർത്താവിന്റെ മരണം, യേശുവിന്റെ മരണം നമ്മൾ മർത്യശരീരത്തിൽ വഹിക്കുമ്പോഴാണ് ജീവൻ വെളിപ്പെടുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എത്രയധികം നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിന്, ജഡത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് മരിക്കുന്നു, അതിനനുസരിച്ച് നമുക്ക് ആത്മീയ ജീവൻ ഉണ്ടാകുന്നത്. അഴിഞ്ഞു പോകാത്തൊരു ജീവൻ, അത് പവർ ഓഫ് എൻ ഇൻഡസ്ട്രക്റ്റബിൾ ലൈഫ്. ആ ഒരു അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാലാണ് കർത്താവ് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു മഹാപുരോഹിതനായി മാറിയത്. അതുപോലെ പുതിയ നിയമത്തിലെ പൗരോഹിത്യം ആ ഒരു അക്കോർഡിംഗ് ടു ദ പവർ ഓഫ് എൻ ഇൻഡസ്ട്രക്റ്റബിൾ ലൈഫ്, അഴിഞ്ഞു പോകാത്ത ജീവൻ, ആ ഇൻഡസ്ട്രക്റ്റബിൾ ലൈഫ് എന്നുള്ള ആ ഒരു ഫ്രേസ്, അത് നമ്മുടെ ഹൃദയത്തെ ഗ്രസിക്കട്ടെ. കർത്താവേ, ആ ഒരു അഴിഞ്ഞു പോകാത്ത ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞായിരുന്നു, എന്താ, നിങ്ങളുടെ സന്തോഷം ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. നമ്മളത് യോഹന്നാൻ 16:23 വാക്യത്തിലൊക്കെ നമ്മളത് വായിച്ചായിരുന്നു. എന്താ, ബാക്കി പല എതിർപ്പുകളോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള സമയത്തും നമ്മള് അഴിഞ്ഞു പോകാത്തൊരു ജീവൻ, അതിനെയൊക്കെ കോൺകർ ചെയ്യുന്ന, അതിനെയൊക്കെ മേൽക്കൊള്ളുന്ന ഒരു ജീവൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു പൗരോഹിത്യം, അതാ അഴിഞ്ഞു പോകാത്ത ഒരു പൗരോഹിത്യം. നമ്മൾ തിരിച്ച് മലാഖി 2 വരുമ്പോൾ അനേകരെ പാപത്തിൽ നിന്ന് അകൃത്യം വിട്ടുതിരിയുവാൻ ഇടയാക്കുന്ന ഒരു പൗരോഹിത്യം. അതാ നമ്മളതിന്റെ 6ാമത്തെ വാക്യത്തിൽ മലാഖി 2:6 സമാധാനമായും, അതാ ഹി വാക്ക് വിത്ത് മീ ഇൻ പീസ് ആൻഡ് അപ്രൈറ്റ്നസ്, സമാധാനത്തോടെ എന്റെ കൂടെ നടന്നു, പരമാർത്ഥമായിട്ട് അപ്രൈറ്റ്നസ്, നേരോടെ എന്റെ കൂടെ നടന്നു. അത് കഴിഞ്ഞിട്ട് എന്താ, പലരെയും അങ്ങനെ നമ്മൾ കർത്താവിന്റെ കൂടെ നടക്കുമ്പോഴാണ് പലരെയും പാപത്തിൽ നിന്ന് വിട്ടുതിരിയാനിടയാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറയാം 7ാമത്തെ വാക്യത്തിൽ, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാണ്, ഹിസ് എ മെസ്സഞ്ചർ ഓഫ് ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്സ്. നമ്മൾ കർത്താവിന്റെ ഒരു ദൂതനാകിയാൽ, ഒരു ദൂത് വഹിക്കുന്നവനാകിയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമല്ലയോ. അതാ പറയുന്നത്, ഹിസ് ലിപ്സ് ഷുഡ് പ്രിസർവ് നോളജ്. പരിജ്ഞാനം ഈ അധരത്തിൽ സൂക്ഷിക്കുന്ന പറഞ്ഞാൽ എന്താ, നമ്മളുടെ ആത്മാവില് സൂക്ഷിച്ചാലേ ആത്മാവിൽ നിന്നത് ദേഹിയിലൂടെ കടന്ന് ദേഹത്തിലൂടെ, നമ്മളുടെ നാവിലൂടെ, അധരത്തിലൂടെ അത് വെളിയിൽ വരത്തുള്ളൂ. അപ്പൊ നമ്മളുടെ അധരങ്ങൾ, നമ്മുടെ വാക്കുകള് പരിജ്ഞാനം സൂക്ഷിക്കുന്നതായിരിക്കണം. ദൈവത്തിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ നോളജ്, നോയിങ് ക്രൈസ്റ്റ്, കർത്താവിനെ അറിയുന്ന ഒരു അറിവ്. നോട്ട് ജസ്റ്റ് നോയിങ് ദ ബൈബിൾ, ബട്ട് നോയിങ് ഗോഡ്, നോയിങ് ജീസസ് ത്രൂ ദ ബൈബിൾ. യേശുവിനെ ബൈബിളിലൂടെ അറിയുന്ന ആ ഒരു ആത്മമണവാളിനെ അറിയുന്ന ഒരു അറിവ്, ഇടയനെ അറിയുന്ന ഒരു അറിവ്, രാജാവ് കർത്താവിനെ അറിയുന്ന ഒരു അറിവ്. ആ അറിവ് സൂക്ഷിക്കുന്നതായിരിക്കണം നമ്മുടെ വാക്കുകളൊക്കെ. കർത്താവിനെ മറ്റുള്ളവരെയും കർത്താവിനെ അറിയുന്ന അറിവിലേക്ക് നടത്തുന്ന തരത്തിലുള്ള വാക്കുകളായിരിക്കണം. അത് അവർ ലിപ്സ് ഷുഡ് പ്രിസർവ് നോളജ് ആൻഡ് മെൻ ഷുഡ് സീക്ക് ഇൻസ്ട്രക്ഷൻ ഫ്രം ഹിസ് മൗത്ത്. നമ്മളായിട്ട് ഇന്ന് ആരെങ്കിലും അടിച്ചേൽപ്പിച്ച് എന്തെങ്കിലുമൊക്കെ നീ ഞാൻ പറഞ്ഞ് കേൾക്കണമെന്ന് പറയുകയല്ല, മറിച്ച് ആൾക്കാരൊന്നും എനിക്ക് ഈ ബ്രദറിനോട്, ഈ സിസ്റ്ററോട് എന്ന് ചോദിച്ചാൽ ദൈവപ്രകാരം എന്താന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചൊരു ആലോചന കിട്ടും. എന്താ, അപ്പൊ അതുകൊണ്ട് ഈ സഹോദരനോടൊന്ന് ചോദിക്കാം, ഈ സഹോദരിയോടൊന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇന്ന ആളോടൊന്ന് ചോദിക്കാം. ഇന്ന് മറ്റുള്ളവർ കഥ നമ്മൾ വായിക്കുന്ന പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതിനും. ദാറ്റ് മെൻ ഷുഡ് സീക്ക് ഇൻസ്ട്രക്ഷൻ ഫ്രം ഹിസ് മൗത്ത്, ഫോർ ഹീസ് അവൻ ഇത് ദൈവത്തിന്റെ ദൂതനാണ്. കർത്താവിന്റെ വായിൽ നിന്നുള്ളൊരു ഹീസ് എ മൗത്ത് പീസ് ഓഫ് ഗോഡ്. അവന് അധമമായിട്ടുള്ളതൊക്കെ മാറ്റിവെച്ച് ഉത്തമമായിട്ടുള്ളത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായായിത്തീരുമെന്ന് യിരെമ്യാവ്
15 അധ്യായത്തിന്റെ 19 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ സമയം കഴിഞ്ഞു പോയിട്ട് ഞാൻ നിർത്തുക. അപ്പൊ ആ ഒരു ദൂതനാകൽ, മെസ്സഞ്ചർ, കർത്താവിന്റെ വായാകുന്ന ഒരു കാര്യം നമ്മളവിടെ നമുക്ക് വായി വരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ കർത്താവിന്റെ ചെവി, ശിഷ്യന്മാരുടെ നാവിനെ കുറിച്ചൊക്കെ നമ്മുടെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചല്ലോ. അപ്പൊ കർത്താവിൽ നിന്ന് കേട്ട് കർത്താവിൽ നിന്ന് പറയുന്ന ആ ഒരു പൗരോഹിത്യം നമ്മളവിടെ എന്തൊക്കെയാ മലാക്കി 2 6-7 വാക്യങ്ങളിൽ സത്യോപദേശമുള്ളവരായിരിക്കണം, നീതികേടില്ലാത്തവരായിരിക്കണം, സമാധാനമായിട്ട് പരമാർത്ഥമായിട്ട് കർത്താവിനോട് നടക്കുന്നവരായിരിക്കണം, മറ്റുള്ളവരെ അകൃത്യം വിട്ടുതിരിയുവാൻ ഇടയാക്കുന്നവരായിരിക്കണം, പിന്നെ കർത്താവിന്റെ ദൂതനായിരിക്കണം, നമ്മുടെ അധരങ്ങളിലെ പരിജ്ഞാനം സൂക്ഷിക്കുന്നവരായിരിക്കണം, മറ്റുള്ളവർക്ക് നമ്മളോട് വന്ന ഉപദേശം തേടുവാൻ തക്കവണ്ണം പരിജ്ഞാനം സൂക്ഷിക്കുന്നവരായിരിക്കണം എന്നുള്ളൊരു കാര്യമൊക്കെയാ നമ്മളവിടെ അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ 7 കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. പിന്നെ കർത്താവ് മൽക്കീസേദെക്കിന്റെ കൃപക്കാരുള്ള കർത്താവ്, മഹാപുരുഷനായ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എബ്രായർ 7:25 നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നു. നമുക്ക് വേണ്ടി കർത്താവ് എപ്പോഴും പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കർത്താവിന്റെ പുണ്യാഹ രക്തം. അപ്പൊ നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്ന കർത്താവെ, ഇവർ ചെയ്തതെന്ന് അറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ആ രക്തം, കർത്താവിന്റെ രക്തം എന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മളുടെ സഭയിലുള്ള, നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി, സഭയിലുള്ളവർക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, ഓരോ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി, ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം നമുക്ക് തരുന്ന ഭാരങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ പലർക്കു വേണ്ടിയും നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന, ഒരു ഇന്റർസീഡിങ് ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവരെ കുറ്റം അക്യൂസ് ചെയ്യുന്നതാണ് പിശാചിന്റെ ജോലി എന്നൊക്കെ നമ്മൾ വെളിപാട് 12 നമ്മൾ കാണുന്നുണ്ട്. ഹീസ് ആൻ അക്യൂസർ ഓഫ് ദി ബ്രദറൻ. അവൻ സഹോദരന്മാരുടെ അപവാദിയാണ്. വെളിപാട് 12 ആ വാക്യമൊക്കെ നമുക്കറിയാം. അതിന്റെ കോൺട്രാസ്റ്റ് ആണ് കർത്താവിന്റെ ഇന്റർസീഡിങ് മിനിസ്ട്രി. നമ്മൾ സാങ്ക്ലിയറിൽ എപ്പോഴും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. എന്താ, അവൻ അക്യൂസർ ആണെന്ന് വെളിപാട് 12:10 വായിക്കുന്നുണ്ട്. സഹോദരന്മാരെ ദൈവസന്നിധിയിൽ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദിയാണ്. അപ്പൊ അവന്റെ കൂടെ മിനിസ്ട്രി ചെയ്യുന്നവര് ഒത്തിരി പേരുണ്ട്. അതിന്റെ കൂടെ കുറച്ച് വിശ്വാസികളായിട്ടുള്ളവരും കൂടെ ഈ കർത്താവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചവരാ. പക്ഷെ അവര് ഒരു കമ്പനിയിലെ ഉദ്യോഗസ്ഥരാ, പക്ഷെ വേറെ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നേ. അത് എത്ര വലിയ എന്താണ് പറയുന്നേ, അടികിട്ടാത്തിന്റെ കുഴപ്പമോ എന്ന് പറയുന്നത് പോലെ കർത്താവിന്റെ കമ്പനിയിൽ പുരോഹിതന്മാരായിട്ട് നമ്മള് കർത്താവിന്റെ കൂടെ ഇന്റർസീഡ് ചെയ്യാൻ വേണ്ടി, അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ വേണ്ടി. ആ ഇടിവിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ വാക്യം അറിയായിരിക്കും. അത് നമ്മൾ വായിച്ച് ഞാനൊക്കെ കൺക്ലൂഡ് ചെയ്ത് പ്രാർത്ഥിച്ചോട്ടെ. എഹെസ്കേൽ 22 അധ്യായത്തില് മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ വേണ്ടി, അതായത് ഇടിവിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ടു സ്റ്റാൻഡ് ഇൻ ദ ഗ്യാപ്പ്. ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു ജനം, അപ്പം നമ്മൾ ദൈവത്തോട് അടുത്തിരിക്കുന്നു, എന്നാലേ നമുക്കത് ഇടിവിൽ നിൽക്കാനും പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ കർത്താവിന്റെ മുമ്പാകെ ആ ജനങ്ങളിലായിട്ടുള്ള ആ ഗ്യാപ്പിൽ ഇടയ്ക്ക് നമ്മൾ വന്ന് നിന്നുകൊണ്ട്, കർത്താവേ അവരോട് കരുണ തോന്നണമേ എന്ന് യേശു കർത്താവ് ക്രൂസില്, പിതാവേ ഇവർ ചെയ്തതെന്ന് അറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചതുപോലെ അങ്ങനെ ഇടിവിൽ നിൽക്കാനായിട്ട് എഹെസ്കേൽ 22:30 വാക്യം എല്ലാവരുടെയും ബൈബിളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മ, എന്റെ വിശ്വാസം. കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യവാനായതുകൊണ്ട് ഞാൻ ആ ഭാഗ്യാവസ്ഥയെ തന്നെ തുടരട്ടെ. നിങ്ങളുടെ അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അടയാളപ്പെടുത്തണേ. എഹെസ്കേൽ 22:30 വാക്യം, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. എഹെസ്കേൽ ഉണ്ടായിരുന്നു എന്ന് എഹെസ്കേലിലൂടെ ദൈവം പറയുമായിരുന്നു, ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചിട്ട് പോലും ആരെയും കണ്ടില്ല എന്നുള്ളൊരു കാര്യം. സെർച്ച് ഫോർ എ മാൻ among them who would build up a wall and stand in the gap before me. അപ്പൊ ആ ദേശത്തെ നശിപ്പിക്കാതെ വേണം പ്രാർത്ഥന കൊണ്ട് ഒരു മതില് കെട്ടി ദൈവത്തിന് മുമ്പാകെ ആ ഗ്യാപ്പിൽ വന്ന് നിന്ന്, കർത്താവേ ഇവരോട് കരുണ തോന്നണം. നമുക്കറിയാം മോശ അതുപോലെ ഇടിവിൽ നിന്ന കാര്യമൊക്കെ നമുക്കറിയാം. മോശ എത്ര വലിയൊരു പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചവനായിരുന്നു. അതുപോലെ അമ്മ മക്കളെ ചുമക്കുന്നത് പോലെയൊക്കെ അവരെ ചുമന്നുകൊണ്ട് വന്നു എന്നുള്ള കാര്യമൊക്കെ മോശയെ കുറിച്ച് പറയുന്ന കാര്യമൊക്കെ നമുക്കറിയാം. പിന്നെ പുറപ്പാട് 33 അധ്യായത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോ, കർത്താവേ എന്റെ പേരങ്ങ് മായ്ച്ചു കളഞ്ഞാലും വേണ്ടില്ല, ഇവരോട് കരുണ തോന്നണമേന്നൊക്കെ പറഞ്ഞ് മോശ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മള് അവിടെ കാണുന്നുണ്ട്. അപ്പോ അതെ, കർത്താവേ എന്റെ പേരങ്ങ് പോകട്ടെ, എന്നാലും സാരമില്ല കർത്താവേ, ഞാന് ഈ ജനത്തെ നീ ഇട്ട് കളഞ്ഞാല് ജാതികള് എന്ത് പറയും, നീ അവരെ ഇങ്ങനെ ഇത്രയും അത്ഭുതകരമായിട്ട് ഒക്കെ രക്ഷിച്ചുകൊണ്ട് വന്നതല്ലേ എന്ന് പറയുമ്പോ എന്താ, നമ്മളത് 33-ലല്ല 32 അധ്യായത്തിൽ തന്നെ, പുറപ്പാട് 32
നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. എന്താ 32 എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതി നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയണമേ. ഓ, മോശയുടെ ആ ഒരു പ്രാർത്ഥന. കർത്താവേ, അവരോട് ക്ഷമിക്കണം. അവര് കളക്കുട്ടിയൊക്കെ ഉണ്ടാക്കി ആരാധിച്ച്, ശരി, അവര് ഇതുപോലൊക്കെ ഉള്ള അവസ്ഥയിലാണ് ഉള്ളത്. പക്ഷെ എങ്കിലും കർത്താവേ, നീ അവരോട് ക്ഷമിക്കണം. ക്ഷമിച്ചില്ലെങ്കിൽ എന്റെ പേരങ്ങ് വായിച്ചു കളഞ്ഞു. അതുപോലെ ആ ജനത്തെ സ്നേഹിച്ചവനായിരുന്നു മോശ. ശരിയാണ്, മോശ കോപിച്ചു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ പാറയോടെ കൽപ്പിക്കാൻ പറഞ്ഞപ്പം 2 തവണ അടിച്ച കാര്യമൊക്കെ നമ്മൾ സംഖ്യാപുസ്തകത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അവന് വീഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും മോശയുടെ ആ ഹൃദയം നമ്മളിവിടെ കാണുന്നുണ്ട്. എന്റെ പേര് വായിച്ചു കളഞ്ഞു, എന്നാലും അവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ഒരു മോശയുടെ ആത്മാവ്. ഈവൻ പൗലോസ് റോമർ 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എന്റെ ഈ സഹോദരന്മാരുള്ള ഈ യഹൂദന്മാര് അവര് അവര് ഇങ്ങനെ പോയാല് എങ്ങനാ, മൈ ഹാർട്ട്സ് ഡിസയർ അവരുടെ സാൽവേഷന് വേണ്ടിയാണ് എന്ന് നമ്മളവിടെ 9-ാം അധ്യായത്തിൽ, റോമർ 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നേ. അതിന്റെ 3-ാമത്തെ ഭാഗത്തിൽ, ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. ഞാനങ്ങ് ശാപഗ്രസ്തനായി പോയെങ്കിലും ഇവരങ്ങ് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ അങ്ങ് ആകട്ടെ. അതുപോലെ നിസ്വാർത്ഥമായിട്ട് ദൈവജനത്തെയും വിശ്വാസികളെ പോലും അതുപോലെ സ്നേഹിച്ച ആ ഒരു ദൈവമനുഷ്യനെ, പൗലോസിനെ നമ്മളവിടെ കാണുന്നുണ്ട്. ആ ഒരു ദൈവമനുഷ്യൻ പറഞ്ഞിട്ടുള്ളത് പോലെ, കർത്താവേ, ഒരാളും എന്റെ ആ ഒരാളും എന്റെ ആ പ്രാർത്ഥിക്കുന്ന എന്നെ താണ്ടി അല്ലാതെ വേറെ ആരും നരകത്തിലേക്ക് പോകാൻ ഇടവരരുത് എന്നുള്ള രീതിയിൽ ഏതൊരു ദൈവമനുഷ്യൻ ലീനാട്രാവെങ്കിലും ആണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ഹൃദയം. അപ്പം ആ സത്യോപദേശവും മറ്റുള്ളവരെ പാപത്തിൽ നിന്ന് വേർതിരിക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പൗരോഹിത്യ ശുശ്രൂഷയെ കുറിച്ച് എന്ന് മൊത്തം ഞാൻ പറഞ്ഞത്. അതിനുള്ളൊരു സമയം നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ വെളിപാട് 20-ാം അധ്യായത്തിന്റെ ആ വാക്യം നിങ്ങൾ കണ്ടല്ലോ. അതില് ആ ഒരു പുരോഹിതന്മാരായിട്ട് വാണു എന്ന് പറയുമ്പോൾ ആ ഒരു ക്രിസ്തുവിന് പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴും എന്ന്. 1000 ആണ്ട് നമ്മള് പുരോഹിതന്മാരായിട്ട് വാഴാൻ പോകുമ്പോൾ ഇപ്പൊ നമുക്ക് കുറച്ച് ആണ്ടേ കർത്താവ് തന്നിട്ടുള്ളൂ. ആ സമയത്ത് നമ്മൾ പുരോഹിതന്മാരായിട്ട് വാഴുന്നില്ലെങ്കിൽ അന്ന് നമ്മൾ പുരോഹിതന്മാരായിട്ട് എവിടെ ചെന്ന് വാഴാനാ? ഇന്ന് പുരോഹിതന്മാരായിട്ട് വാഴുന്നവരാ ഇന്ന് രാജാക്കന്മാരായിട്ട്, പാപത്തിന് മീതെ രാജാക്കന്മാരായിട്ട്, ജനത്തിന് വേണ്ടി പുരോഹിതന്മാരായിട്ട് വാഴുന്നവരാണ് അന്നും പുരോഹിതന്മാരായിട്ട് വാഴുന്നത്. അന്ന് ഇതെനിക്ക് ആരും പറഞ്ഞു തന്നില്ല, ഞാൻ പുരോഹിതൻ ആയിരുന്നു എന്നുള്ള കാര്യമോ പുരോഹിത ശുശ്രൂഷ ചെയ്യണമെന്നോ എൻ്റെ അടുത്ത് ആരും പറഞ്ഞു തന്നില്ല എന്ന് അന്ന് നമ്മളാരും ചെന്ന് പറയരുത്. അതിനുവേണ്ടി ഇന്ന് നമുക്ക് ഈ വചനത്തിൽ നിന്ന് പൗരോഹിത്യ ശുശ്രൂഷയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചായിട്ട് അല്പമായിട്ടൊന്ന് ചിന്തിക്കാൻ ദൈവം നമ്മളെ അനുവദിച്ചത്. കർത്താവെ, ആ ഒരു യഥാർത്ഥത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്നവണ്ണമുള്ള ഒരു പുരോഹിതനായിട്ട് മറ്റനേകർക്ക് കർത്താവെ മാർഗദർശിയായിട്ട് മറ്റനേകരെ ഭാഗത്തു നിന്ന് മനസാന്തരപ്പെടുത്തുവാനും വഴി നടത്തുവാനും സത്യോപദേശം പറഞ്ഞു കൊടുക്കാനും മറ്റനേകർക്ക് വേണ്ടി നെടുവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവിനെ സഹായിക്കണമെന്നുള്ള ഒരു നിലവിളിയോടെ നമുക്ക് കർത്താവിലേക്ക് നോക്കാം. പ്രാർത്ഥിക്കാൻ സ്നേഹം നിറഞ്ഞ പിതാവേ, ഞങ്ങളോട് കരുണ തോന്നണം. കർത്താവ്, ഞങ്ങളെ പുരോഹിതന്മാരായിട്ട് അങ്ങ് അപ്പോയിന്റ് ചെയ്തിട്ട് കർത്താവ്, ഞങ്ങൾ എത്ര പെർഫോമൻസ് ആണ് കർത്താവ്. ഞങ്ങളുടെ പെർഫോമൻസ് റിപ്പോർട്ട്സ് ഒക്കെ അങ്ങ് നോക്കുമ്പോൾ കർത്താവെ, വേണ്ടവണ്ണമൊന്നും കർത്താവെ ആ പൗരോഹിത്യ ശുശ്രൂഷ വേണ്ടവണ്ണം നിർവഹിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ലല്ലോ. കർത്താവ്, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വേറെ ഏതെങ്കിലും ലോകത്തിന്റെ കമ്പനി ആയിരുന്നെങ്കിൽ ഞങ്ങൾ എന്നെ ഡിസ്മിസ് ചെയ്ത് ഞങ്ങളെ സ്ഥലം കാര്യമാക്കി തന്നേനെ. കർത്താവ്, ഇന്ന് അങ്ങ് ഞങ്ങളോട് ഇത്രയധികം കരുണയോടെ കർത്താവ് വീണ്ടും കർത്താവെ ഞങ്ങളോട് സംസാരിക്കുന്നവർക്ക് ഞങ്ങളെ സ്തുതിക്കുന്നു. അതെ കർത്താവെ, മറ്റനേകർക്ക് അവിടുത്തെ വചനം പറഞ്ഞു കൊടുക്കാൻ തക്കവണ്ണം കർത്താവെ അവിടുത്തെ പരിജ്ഞാനത്തെയും ജ്ഞാനത്തെയൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിലും അധരങ്ങളിലും ഒക്കെ സൂക്ഷിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ തന്നെ അതിനായിട്ട് വചനത്തിൽ പേരുന്നുവാൻ ഞങ്ങളെ സഹായിക്കണം. അനേകർക്ക് വീടുകളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണം. അനേകരെ പാപത്തിൽ നിന്ന് കർത്താവ് തിരിച്ചുകൊണ്ടുവരാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവ്, ദൈവമുമ്പാകെ ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാന് ഒരു പ്രാർത്ഥനയുടെ മതിലിൽ കെട്ടി കർത്താവെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാന് കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഞങ്ങളുടെ ചാർച്ചക്കാർക്ക് വേണ്ടി കർത്താവെ ഞങ്ങളുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ ഞങ്ങളെ കർത്താവെ ഒരു കൊച്ചു ലോകത്തേക്ക് അയച്ചിരിക്കുവാണല്ലോ കർത്താവെ. ഞങ്ങളെ അറിയാവുന്ന പലരും ഉണ്ട്. അവർക്കൊക്കെ അവിടുത്തെ ഒരു സാക്ഷിയായിട്ടായി തീരുവാന് ഞങ്ങളുടെ കോളേജിൽ, ഞങ്ങളുടെ സ്കൂളിൽ, ഞങ്ങളുടെ കർത്താവെ ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥാപനങ്ങളിലെ അയൽവക്കങ്ങളിലൊക്കെ കർത്താവെ ഞങ്ങളെ ഒരു പുരോഹിതനായിട്ട് അയച്ചിരിക്കുമ്പോൾ
കർത്താവേ, ഞങ്ങളുടെ ജോലി വിശ്വസ്തയോടെ ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എവിടുന്ന മത്സ്യത്തിന്റെ ക്രമപ്രകാരമുള്ള എന്നേക്കുമായുള്ള മഹാപുരോഹിതനായതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ ആ പാതയെ നോക്കി പിൻഗമിക്കാമെന്ന് ഞങ്ങൾ പാടിയല്ലോ. കർത്താവേ, അവിടുന്ന് പോയ ആ പൗരോഹിത്യത്തിന്റെ പാതയെ തന്നെ നോക്കി മുമ്പോട്ട് പോകുവാന് രാജാവായിട്ടും ക്രൂരനായിട്ടും കർത്താവെ അങ്ങോടൊപ്പം വാഴുവാൻ തക്കവണ്ണം അന്ന് യോഗ്യരായിട്ട് കണക്കാക്കപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് കർത്താവെ ഞങ്ങളെ അതിനെ ഒടുങ്ങുമ്പോൾ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിച്ചാട്ടെ, ഞങ്ങളോട് കരുണ തോന്നിയാട്ടെ, അവിടുത്തെ ആത്മാവിനോട് അതിനായിട്ട് നിറച്ചാട്ടെ. കർത്താവെ, അഴിയാത്ത ജീവന്റെ പ്രമാണത്തിനനുസരിച്ച് അഴിയാത്ത ജീവന്റെ ആനുപാതികമായിട്ടാണല്ലോ ഞങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഒരു ഫലപ്രാപ്തി എന്ന് ഞങ്ങൾ വായിച്ചല്ലോ. ഇൻഡസ്ട്രക്റ്റബിൾ ലൈഫ്. അതെ കർത്താവെ, ആ ഒരു അഴിയാത്ത ജീവന്റെ ശക്തി, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളെല്ലാം അതിനായിട്ട് നിറച്ചാട്ടെ കർത്താവെ. അതെ, അങ്ങനെ കർത്താവെ ആ ഒരു ഫലപ്രാപ്തിയുള്ള കർത്താവെ, എഫക്റ്റീവായിട്ടുള്ള കർത്താവെ ഫലപ്രദമായിട്ടുള്ള ശുശ്രൂഷ നിർവഹിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും എന്നെ സഹായിക്കണം. ഞങ്ങളുടെ വീടുകളില്, ഞങ്ങളുടെ സഭകളില്, ഞങ്ങളുടെ കൂട്ടായ്മകളിലെല്ലാം കർത്താവെ ആ ഒരു ബോധത്തോടെ ആ ഒരു മാന്യതയോടെ ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ടെ. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിനോട് സ്തുതിക്കുന്നു എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാസത്തിലുള്ള നാമത്തിൽ. ആമേൻ.